താനല്ലേ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആള്? ഞാനാണോ ചോദിക്കുന്നത്? എന്ത് ചെയ്യുന്നു? ഞാൻ എബ്രഹാം ഖുറേഷി. താൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഖുറേഷി എബ്രഹാം. അബ്രഹാം. ഞാൻ അബ്രഹാം ഖുറേഷി. നീ ആരാ? ഖുറേഷി എബ്രഹാം. തൂക്കി എറിയും പിള്ളേർ കണ്ടോണം. ഇബ്രാമോവിച്ച്, തേനുവിച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ. തേനുക്കുടിയെ. പഞ്ചാബികളുടെ ഒരു പഞ്ചാബി സോങ് ആലപിച്ചാലോ? ഒരു ഗാനം ആലപിച്ചാലോ? മറ്റേ ആളുടെ കേട്ടല്ലോ ഒരു ഗാനം. ഈ എൽസവത്തിന്റെ എൽസവത്ത് ബാല പ്രശ്നമുണ്ടല്ലോ. ഇതിനകത്ത് കുറെ ദിവസങ്ങളായിട്ട് നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നലെ പോയതും അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ അതാണ്ട് അണ്ണ എന്താണ്ട് ഇത് കേട്ടാ നമ്മൾ എന്ത് വിചാരിക്കും? ഈ കേരളത്തിലുള്ള സകല മനുഷ്യരും ഇവിടെ പലരും ഈ എൽസവത്തിന്റെ പ്രശ്നങ്ങൾ കാണുന്നു. എൽസവത്ത് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്ന ബോധമുള്ള മനുഷ്യരൊക്കെ എൽസവത്തിന് സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ എൽസവത്തിന് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈക്കോ കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ പറയുന്നത് ശരിയോ തെറ്റ് എന്തോ ആയിക്കോട്ടെ. ആ ബാല പോലത്തെ ഒരു ഐറ്റത്തിന്റെ കൂടെ നിന്നതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ അതിനിടയില്. പക്ഷെ അല്ല, ഇവിടെ പറഞ്ഞു നിർത്തിയത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്കും ഒരുപാട് ശ്രമിച്ചു സമാധാനിപ്പിക്കാനാണ്. അതാ പറഞ്ഞത്. ഇതോട് കേട്ട് കഴിഞ്ഞാൽ നമ്മള് ശരിക്കും ബാക്കിയുള്ളവരെല്ലാം ചെയ്യേണ്ട കാര്യമാ. പക്ഷെ അത് കഴിഞ്ഞാൽ അണ്ണൻ പറയുന്ന അതല്ല. അണ്ണന് കല്യാണം കഴിക്കണോ ഇതിനിടയില്? ഓ കേട്ടോ, ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഉടനെ അണ്ണനെ കല്യാണം കഴിക്കണം. ആ, പുള്ളി അങ്ങനെ പോയിട്ടുള്ള ആളാണ്. എന്ത് ഡ്രോമയിൽ കൂടെ പോയെന്ന് എവിടെ ആയിരിക്കും? ചൈൽഡ് അബ്യൂസ് ഒക്കെ അതൊക്കെ ചുമ്മാ പറയുന്നാടോ. അത് ഒരു ഇതിന് പറയുന്നതേ ഉള്ളൂ. അത് ചുമ്മാ പറയുന്നത്. അത് എനിക്ക് ഉറപ്പാ. അത് കഴിഞ്ഞിടയ്ക്ക് തുടങ്ങിയതാ ഈ ചൈൽഡ് അബ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എല്ലാം കള്ളത്തരം. അയാൾ പറയുന്ന കുറെ കള്ളത്തരമുണ്ട്. അത് വെറുതെ പറയുന്ന. ട്രാക്ക് മാറി. കറക്റ്റ് അല്ലേ ആ സാധനം? You are a doctor, I am an engineer, you are so beautiful. മുടിയൊക്കെ വളർത്തിയ അണ്ണൻ. അയാളുടെ പേരെന്താ? ബ്യൂട്ടിഫുൾ ഡോക്ടർ. അയാളുടെ പേര് ഓർമ്മയില്ല. അയാള് പക്ഷെ ഭയങ്കര ഫേമസ്. അടിപൊളി കക്ഷിയാ. ആ പാട്ടിൽ തപ്പിയെടുത്ത് നിട്ടേക്ക് അവിടുന്ന്. അയ്യോ, ഓ അതുകൊണ്ടാ പബ്ലിക്കായിട്ട് പറഞ്ഞത്. എല്ലാം വിളിച്ചങ്ങ് പറഞ്ഞേനെ. എൽസവത്തിന് കെട്ടാൻ പറ്റിയ മുതല്. ഓ ഞാൻ ആലോചിക്കുന്നു അതല്ല. ഇപ്പോ ഈ ബാലയെ ഒരു ബ്രദറിനെ പോലെ കണ്ട ആളാണ്. അതെ, ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോ ബ്രദറിനെ പോലെ കണ്ട ആളാ. ഇൻഫാക്ട് എനിക്ക് ഈ ആറാട്ടണ്ണനോട് പേഴ്സണലി എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമുള്ള ആളായിട്ടും കാര്യമില്ല. എന്തുകൊണ്ടത് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇതിപ്പോ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് മറ്റേ ഡിസ്ക്ലെയിമർ പോലെയാണ്. അടുത്ത പോസ്റ്റ് ആയിട്ട് വരുമല്ലോ. അതുകൊണ്ട് ബുദ്ധിയില്ല, പൊട്ടനാണ്, എനിക്ക് ഐക്യം ഉണ്ടോ, അയാൾക്ക് ഐക്യം ഇല്ല, ഐക്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇത് ഏത് ലാബിലാ ടെസ്റ്റ് ചെയ്തെന്ന് ചോദിക്കാവോ അയാളോട്? അപ്പൊ ഒരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാള് അയാളുടെ എക്സ് വൈഫ് അല്ലെങ്കിൽ അവളെ പെങ്ങളെ പോലെ കണ്ടിരുന്നു അല്ലേ? ബാലെ കൂടെ നിൽക്കുമ്പോ ശരിയല്ലേ? പിന്നെ പെട്ടെന്ന് ബാല എടുത്ത് അതൊന്ന് മാറുമ്പോ പെങ്ങളല്ലാണ്ടാവും. ഓഹ്, എന്തൊരു അവസ്ഥയാടാ ഇത്. അതായത് അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അവർക്ക് താല്പര്യമില്ല കുഴപ്പമില്ല കേട്ടോ. അണ്ണന്റെ വിരോധം ഇരിക്കുന്നുണ്ട് ഇവിടെ കണ്ടുപോയി. കണ്ടന്റാണ് ആണ് കണ്ടന്റാണ്. അണ്ണൻ നീ തീട്ടക്കണ്ടല്ലേ?
അല്ല എന്തോ ഇതിന് ശരിക്കും പറഞ്ഞാൽ വേറെ ആരെയും ചെയ്യുന്നെങ്കിൽ ആൾക്കാർ പറയാൻ പോകുന്നത് ഈ പൊരക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടാൻ വന്നവരെ പോലെ ഉണ്ട് അല്ലേ? അല്ല ഇയാള് അങ്ങനെ പുള്ളി അത് കണ്ടന്റ് ആയിട്ട് പറയുന്ന ആണ്, വെറുതെ പറയുന്ന. എങ്ങനെയാ അറ്റൻഷൻ പിടിക്കും? പിന്നെ ഇവനെ എന്ത് ചെയ്യാനാ ബാല? 2 അടി കൊടുത്ത് ചെരുപ്പൂരി കോവിലെ കൊണ്ട് അടുപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഒരു പരാതി ഇല്ലാതെ ഇവിടെ നീര് വെച്ച് വന്ന പാർട്ടിയായി ആള്. ഇനി അടിച്ചാലും മേടിച്ചിട്ട് മിണ്ടായിരിക്കും. ഈ സെലിബ്രിറ്റി അല്ലേ, ബാല സെലിബ്രിറ്റി ആണെങ്കിൽ സെലിബ്രിറ്റി വർഷിപ്പ് ഉണ്ട്. അത് വേറെ ആരെങ്കിലും പുള്ളി കിടന്ന് തെറിയും ബഹളമൊക്കെ ഉണ്ടാക്കിയേനെ. പക്ഷെ ബാല ആയതുകൊണ്ട് ഈ സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം ഉള്ളത് കൊണ്ട് ബാലയോട് ഇപ്പോഴും ഒരു വിധേയത്വം ഉണ്ട് പുള്ളിക്ക്. ബാലച്ചേട്ടനൊക്കെ ആവും ചിലപ്പോൾ. പെട്ടെന്ന് പുള്ളി അങ്ങ് മാറും. എങ്ങനെയും ഒരു ബാലയുടെ പോസിറ്റീവ് സൈഡ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിയും. മനസ്സിലായി? അതാണ് പുള്ളിയുടെ പരിപാടി. ഇപ്പൊ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ വല്ല പടം ഹിറ്റായ പിന്നെ പെട്ടെന്നൊരു മോഹൻലാൽ ഫാൻ പോലെ ആവും. അല്ലാത്തപ്പോൾ തിരിച്ച് തെറിയും വിളിക്കും. മനസ്സിലായി? അങ്ങനെയാ പുള്ളി മറ്റേ എന്താ പറയാ, ഈ മാറിയും പറഞ്ഞ് നിൽക്കും ഇങ്ങനെ. ഏത് സൈഡിലാണോ പവർ വരുന്നത് അല്ലെ കൊള്ളാവുന്ന ഏരിയ നോക്കിയിട്ട് അവിടെ പോയി അങ്ങ് നിൽക്കും. അവിടെ ചെന്ന് മായം വിളിച്ച് നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്ന് ഇവിടെ തെറി വിളിക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് തെറി വിളിക്കും. പക്ഷെ പുള്ളി ആരും കൂട്ടാത്തോണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. മനസ്സിലായി? ഇപ്പൊ നമ്മളാൾ ഇവിടെ വന്ന ഇയാളെ ഇവിടെ ഇരുത്തും പറഞ്ഞു വിടുമെന്നല്ലേ ഉള്ളൂ. അല്ല ആരാ കൂടുതൽ കാര്യമായിട്ടൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ അവിടെ പോയാലും അവരിരുത്തി പൊട്ടി വിളിപ്പിക്കുന്ന വർത്താനൊക്കെ പറഞ്ഞ് ഓരോ ഈ മറ്റേ ഗോസിപ്സ് ഒക്കെ പറഞ്ഞേ നമ്മളിവിടെ നിന്ന് അവരൊന്ന് പൊട്ടിച്ചു കൊടുത്തില്ലേ എന്ന് പറഞ്ഞതൊക്കെ ഇതൊക്കെ കേട്ട് ഈ പാവം നടക്കുക. ഇയാളെ വിചാരം ഇയാൾ കേൾക്കുന്നതും ഇയാളെ കൂടെ ഇരുന്ന ആൾക്കാർ പറയുന്നതൊക്കെ ഇയാളെ എന്താ പറയാ ഉൾക്കൊള്ളിച്ച് പറയുന്നതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇയാളുള്ളപ്പോൾ ആരും സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുന്നില്ല. അയാളെ ഒരാളും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇയാൾ വരുമ്പോൾ തന്നെ നമ്മളൊക്കെ ഒരു അലേർട്ട് ആവത്തില്ലേ? 2 എണ്ണം വന്നു, ഇനി വേറെ ടോപ്പിക്കേ ചേഞ്ച് ചെയ്യും. കോപ്പിറൈറ്റ് അടിയോ? വാങ്ങുന്നില്ല. I am a driver. ഡ്രൈവർ മാറ്റി ഒരു എഞ്ചിനീയർ ആക്കിയാ മതി. എന്നെ സ്ഥാനാണ് അല്ലേ? യു ആർ എ ഡോക്ടർ. അവൻ പറയുന്ന അവൻ OCD ഉണ്ട്, അവർക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന്. ഒരു വല്ലാത്ത മോശം ഇല്ല. അതല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ എലിസബത്ത് പോയേക്കുന്ന പ്രശ്നം എന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു ട്രോമ ഉണ്ടായതുകൊണ്ട് കുറച്ച് നാൾ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവും. അതിനിപ്പോ ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരും. അത് ഇതുപോലെ എന്ത് ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ചിലർ മരിച്ചു പോയാല് അല്ലെങ്കിൽ ഒത്തിരി പേർക്കുണ്ട് ഇത്. അത് വലിയ വിഷയമുള്ള കാര്യമില്ല. അതങ്ങ് മാറുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. മനസ്സിലായി? ഇപ്പൊ എലിസബത്തിന്റെ പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ ബാലയ്ക്കെതിരെ കേസ് കൊടുത്ത് ബാല ഒന്നുള്ളിൽ പോയാൽ എലിസബത്ത് പകുതി ഫ്രീ ആവും. ചിലപ്പോൾ വേണേൽ മരുന്ന് നിർത്തി കൗൺസിലിംഗ്, തെറാപ്പി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് 1 വർഷമൊക്കെ എടുക്കുമായിരിക്കും. ചിലപ്പോൾ 1 വർഷം എടുത്ത് സംസാരിച്ച് പുറത്തു വന്നൊരു കാര്യം പറയാൻ പോലും. അതുവരെ ഇവരെവിടെ വന്നു ഒരു പിടിയില്ല. മനസ്സിലായോ? പോട്ടെ, ഇത്രയും സ്ട്രെസ് ഉള്ള ഒരാള് ഈ PhD പറഞ്ഞ് കറങ്ങി നടക്കുന്ന പോലെ അല്ല ഇത്. ഇവന് PhD പറഞ്ഞ് കളിപ്പിക്കല. എന്തുവാടാ അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ ഫിലോസഫി PhD എടുക്കാൻ പോകുന്നത്? ഒരു കരിയർ ഓറിയന്റഡ് പരിപാടി അല്ലത്. തനിക്കൊരു കരിയർ പ്ലാൻ ചെയ്തിട്ടുള്ള ആ രീതിക്ക് നീങ്ങുന്ന ഒരാളും ഇങ്ങനെ പോകത്തില്ല. സ്ഥിരതയില്ലാത്തവർ പോവും. അല്ല, താൻ എന്താ ഈ പറയുന്നത്? ഡിഗ്രിക്കും സയൻസ് അങ്ങനെ പ്ലാൻ ഉള്ളവർ പോട്ടെ. ഇപ്പൊ ചിലപ്പോ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ചിലപ്പോ എന്നാ പിന്നെ ഫിലോസഫിയിൽ ഒരു PhD എടുത്തേക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുന്നവരൊക്കെ വെറുതെ പോകാനേ ഉള്ളൂ. അത് അങ്ങനെ പോകുന്നവരുണ്ടെന്ന്. ചിലപ്പോൾ എന്നിട്ട് പിന്നെ അതിനകത്ത് ചിലപ്പോൾ പിന്നെ റിസർച്ച് ഒക്കെ ചെയ്ത് അതിനകത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് എത്തത്തില്ല. അല്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഉണ്ട്. ഇത് എന്താന്ന് എനിക്കറിയാം. ഇതൊന്നും അല്ല, ഇത് ചുമ്മാ ഇവൻ ഈ മറ്റേ സ്റ്റൈഫൻഡ് കിട്ടുന്നോണ്ടാണ്ട് പോയി കയറിയേക്കുക. അല്ലല്ലോ, ആരല്ലേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫിലോസഫി എടുക്കും? ഇതുമായിട്ട് എന്താ ബന്ധം? എന്നിട്ട് ഐൻസ്റ്റീൻ എവിടെ ഫിലോസഫി എടുത്തേക്കുന്നത്? ഇയാള് ന്യൂട്ടൺ ഐൻസ്റ്റീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോടെ ഇത് കണക്കുകയും ചെയ്യും. ഇത് വിളിച്ച് പറയും, ഫിസിക്സ് പറയും. എന്നിട്ട് അതിനിടെ ഇരുന്നുണ്ട് മനസ്സിലായത് എനിക്ക് കുഴഞ്ഞ് വെറുതെ ഒരു കാട്ടിക്കൂട്ടുന്നേ ഉള്ളൂ. ഇതൊന്നും ആരൊന്നും പോകുന്നില്ല. ഇത് ഇയാളെ ഇപ്പൊ ഫിലോസഫി ആൻഡ് സയൻസ് ഈ സാധനം ഉണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യം ഇവൻ ഇത് എടുത്തോണ്ട് നടക്കുന്നു അതെടുത്ത് നടക്കുന്നു പറഞ്ഞ് വെറുതെ സമയം കളയത്തേ ഉള്ളൂ. ഇതൊരു 2 വർഷം കഴിയുമ്പോൾ ഈ പരിപാടി അങ്ങ് നിൽക്കും. ആ സ്കോളർഷിപ്പും എല്ലാം കിട്ടി കുറച്ചാൾ നടക്കുമെന്നേ ഉള്ളൂ. ഒരു ചുക്ക് നടക്കാൻ മതി. പിന്നെ പോട്ടെ, ഇയാളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും പഠിപ്പിക്കാനോ വല്ലതും കയറ്റാൻ പറ്റുമോ? ഏത് ജോലി ചെയ്യിക്കും? അപ്പോഴും മനിത തിയേറ്ററിന്റെ മുന്നിൽ വന്ന് നിൽക്കത്തില്ലേ?
വെള്ളിയാഴ്ച ദിവസം ക്ലാസ് എടുക്കണ്ടേ, അല്ല ജോലിക്ക് പോകണ്ടേ? ഈ അസുഖം മാറ്റണ്ടേ ആദ്യം. ഈ സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ രോഗം മാറാതെ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെ ഈ പരിപാടി അവിടെ ഉള്ള ടീച്ചർമാരും അല്ലെ, ഇയാൾ പ്രൊഫസറായിട്ടാണ് വരുന്നതെങ്കിൽ അല്ല വേണ്ട ഏതെങ്കിലും കമ്പനി ജോലി എടുത്താൽ അവിടെ ഉള്ള എല്ലാ ഇവരോടും വന്ന് ക്രാഷ് അടിക്കും ആളെ. പിന്നെ അവിടെ പിന്നെ ഉള്ള ഇയാൾക്ക് വേണ്ടി പ്രത്യേകം വല്ല സെല്ല് വല്ല അടച്ചിട്ട് പണിയെടുപ്പിക്കേണ്ടി വരും. അല്ല നടക്കത്തില്ല. എന്തെടുത്തിട്ട് എന്ത് കാര്യം? എനിക്കറിയത്തില്ല. അതിനകത്ത് ഈ പരിപാടിയാണ് അവതരിപ്പിക്കുന്നത് പുള്ളി. PhD ഉണ്ട്, മറ്റുള്ള ഏതെങ്കിലും PhD കാരനെ ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇരുന്ന് പൊട്ടത്തരം? ഇപ്പൊ അവൻ പോട്ടെ, അലിൻ ജോസ് പെരേരയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കണ്ടന്റ് ആയിട്ടാണ്. കണ്ടന്റ് അല്ലെങ്കിൽ ആണെങ്കിലോ അല്ലെങ്കിലോ പ്രശ്നമാ. മനസ്സിലായി? ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കയറി കോമഡിയും പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പ്രപ്പോസൽ കൊണ്ട് വരുന്ന ഒരാളെ എന്ത് ഫിലോസഫി അത്? കണ്ടന്റ് ആണെങ്കിലും മോശമാണ്. അയാൾക്ക് ഫിലോസഫി അറിയത്തില്ല അല്ലേ? ഫിലോസഫിയിൽ എന്ത് PhD എടുക്കാൻ ഇയാള്? എന്ത് ഫിലോസഫി? കാരണം ഇയാൾക്ക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരാളെ ചെന്ന് ഒരു ഇവന്റെ തന്ത അത്ത് കിടക്കുമ്പോൾ ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവനോട് വല്ല കോമഡി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അല്ല ഒരാൾ ഒരു പെണ്ണിന്റെ ഈ തന്ത അത്ത് കിടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് മോളെ ഒരു കളി തരാമെന്ന് ചോദിക്കുന്നവരുണ്ട്. അത്രയും അലമ്പായത്. അങ്ങനത്തെ സ്ഥലത്തല്ലല്ലോ ഇതെന്ന് ചോദിക്കുന്നത്. ഇവര് ഈ നോ ഈസ് നോ പറഞ്ഞ സ്ഥലത്തൊക്കെ പറയത്തില്ല, ഇവര് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയങ്ങളുണ്ട്. ഇത്ര ഓക്വേർഡ് ആയിട്ട് ഉള്ള സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഡയലോഗ് അടിക്കുന്നത് കോമഡിയാണ് ശരിക്കും. ഏതാന്ന് വെച്ചാൽ മരിച്ച വീട്ടിൽ നിന്ന് റിവേഴ്സ് എടുക്കുമ്പോൾ റംബാ ഹോ 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 അതാണ് ഈ കാണിച്ചേക്കുന്നത്. അതിനുള്ള സെൻസ് ഇല്ലാത്ത ഒരാള് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇയാൾ എഞ്ചിനീയറാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇയാൾ പറയുന്നത് ഇയാളെ കോമഡി ആക്കുന്നത് മീഡിയക്കാരാണ്. ഇത് ഇയാളുടെ സ്വന്തം പ്രൊഫൈലിൽ ഇയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലേ? അല്ലേ? ഇത് കോമഡി അല്ലേ? ഇതല്ലേ കോമഡി? ആ റംബാ ഹോ 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 അതാണ് ഈ സാധനം. അതിന് ഇയാൾ പറയുന്ന പോലെ ഇയാളെ മീഡിയക്കാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു തരത്തിലും ആരും വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല ഇയാളെ. ഇയാൾ ഡയറക്റ്റ്ലി നല്ല പൊട്ടത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോമാളി തന്നെയാണ്. അല്ലെ? കോമാളിത്തിന് ഇത്രയും വലിയൊരു കോമാളിത്തിന് കേരളത്തിൽ ആരും കാണിച്ചിട്ടില്ല. ഇത് ബാല കാണുമെന്നെങ്കിലും വിചാരിക്കണ്ടേ? ബാല കണ്ടിട്ട് കാര്യമില്ല. ഇയാളുടെ ഒരു പെർസ്പെക്ടീവ് ബാലയുടെ സഹോദരൻ ഇല്ല, അടിയൊക്കെ കിട്ടിയപ്പോ സഹോദരൻ മാറി കാണും. അതൊക്കെ മാറും ആണോ? അതാണ് കാണിച്ചേക്കുന്നത്. ഈ കാണിക്കുന്ന ആളെ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, PhD ആയിട്ടും കാര്യമില്ല, ഇവർ OCD ഉണ്ടായിട്ടും കാര്യമില്ല. അതൊക്കെ അണ്ണൻ മനസ്സിലാക്കിയിരുന്നു. അണ്ണൻ ഇനി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും കേട്ടോ, ഒന്നും നോക്കത്തില്ല. അല്ല വേണ്ട, നിനക്ക് മനസ്സിലാവുന്ന കുറച്ചുകൂടെ ഹാർഡായിട്ട് വേണേൽ പറഞ്ഞുതരാം. നിന്റെ അപ്പൻ ചത്ത് കിടക്കുമ്പോ നിന്റെ അമ്മയെ പ്രപ്പോസ് ചെയ്താൽ നിനക്ക് ഇഷ്ടപ്പെടുവോന്ന് അവൻ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലേ? എന്താ അത് ഭയങ്കര റോങ് ആണ്. ചെയ്യാൻ പാടില്ല. എനിക്കത് മനസ്സിലാകുന്നില്ല, അങ്ങനെ മനസ്സിലാക്കണം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീയോട് ഇവന്റെ അപ്പനെ മരിച്ചു, സെന്റിമെന്റ്സ് എന്തൊക്കെയോ പറയുന്നത്. എന്റെ അപ്പം മരിച്ചപ്പോ ഭയങ്കര വിഷമമായി, അപ്പം വലിയ ആളാന്ന്, മാടയാന്ന്, കോടയാന്ന് പറയുന്നവനോട് ഞാൻ ചോദിക്കുക, ആ സമയത്ത് അങ്ങനെ ആരെങ്കിലും പുറത്തിരുന്ന് എന്തെങ്കിലും ചെയ്താൽ തനിക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ചെയ്യരുത്, അത്രേ ഉള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിലല്ല ഈ സാധനം ചെയ്യുന്നത്. അത് കറക്റ്റാണ്. ഇയാൾക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്, അതിവിടെ കാണുന്നുണ്ട്. സിമിലാരിറ്റീസാ. നിങ്ങളുടെ ഫാമിലി അക്കാഡമിക് ഓറിയന്റഡ് ആണ്, എന്റെ ഫാമിലി അക്കാഡമിക് ഓറിയന്റഡ് ആണ്. ബാല എന്നെ അടിച്ചിട്ടുണ്ട്, നിന്നെ അടിച്ചിട്ടുണ്ട്. ഒരു സിമിലാരിറ്റി കൂടെ ആയി, അത് വിട്ടുപോയി. ബാല നിന്നെ അടിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറയാം. അയ്യോ കഷ്ടമുണ്ട്. വന്നേക്കുവാ കോണയം കൊണ്ട്. ദുരുദ്ദേശമൊന്നും ഇല്ലെന്ന്. ഇതിന് ദുരുദ്ദേശം അല്ല ഉള്ളത്. ഇതിനകത്ത് പുള്ളിയോട് ചോദിച്ച പിള്ളേർ ഞാൻ എന്തിനും തെറ്റ് ചെയ്തു, ഞാനൊരു കല്യാണം ആലോചിച്ചല്ലേ ഉള്ളൂ. അതാ ഞാനാ പറയുന്നത്. അതായത് ഇവന്റെ അപ്പം മരിച്ചതല്ലേ, അപ്പൊ ആ സമയത്ത് മരണ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ ഏതെങ്കിലും എടുത്ത് വന്ന് ആലോചിച്ച് എങ്ങനെ ഇരിക്കും അന്നത്തെ ദിവസം ശവോടെ കിടക്കുമ്പോൾ അമ്മയുടെ വന്ന് ചോദിക്കുക. അവൻ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെ അവന് മനസ്സിലാകത്തില്ല. അവന് തുള്ളിക്ക് പോകുന്നതുകൊണ്ടാണ് അവന് ചെയ്യത്തില്ലല്ലോ. ഇനി അടുത്തത് എലിസബത്തിന്റെ രാത്രി. ഞാൻ എലിസബത്താണ്. ഈ വീഡിയോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതായത് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് എന്തോ നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് പുള്ളിക്കാരിക്ക് വിഷമം തോന്നിയിട്ട് കണ്ട് ഇരുട്ടത്തിരുന്ന് വീഡിയോ എടുക്കും. ആക്ച്വലി
എന്നിട്ട് പിന്നെ കരയുന്ന പോലൊക്കെ ആവുന്നുണ്ട്. വിളിച്ചോ എപ്പോ കട്ടി? ആ അജിച്ചേട്ടൻ ചെറുത്താൻ ചേട്ടൻ എന്നാണ് എല്ലാരും ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ആരൊക്കെയോ എന്തോ നെഗറ്റീവ് കമന്റ്സ് ഇട്ടുന്നോ എന്തിനാ വീഡിയോ ഇടുന്നത്? ഈ കമന്റ്സ് വാങ്ങിച്ച് എന്തിനാ? ചില ആൾക്കാരുടെ വീഡിയോ കൂടി കണ്ടു. എന്താ ആളുടെ 250 കോടി ലക്ഷ്യമിട്ടിട്ട് നടത്തണ 5 പേരുടെ മാസ്റ്റർ പ്ലാനാന്നൊക്കെ. ഈ ബാല പറയുന്നതെല്ലാം ഒരുമാതിരി സൈക്കോത്തരമാണല്ലോ. സത്യത്തിൽ നിങ്ങൾ ഇപ്പോഴത്തെ പ്രോബ്ലം അയാൾ സന്തോഷമായി ജീവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സജീഷ് ടി കമന്റാ എന്ന് പറഞ്ഞേ. ഇങ്ങനെയൊക്കെയുള്ള കമന്റ് ഇടും ആൾക്കാര്. അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് എലിസബത്തിന് അതാണ് ബുദ്ധിമുട്ടെന്നാ പറഞ്ഞത്. യു ആർ സ്ട്രോങ് എലിസബത്ത്, യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. അത് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് എലിസബത്തിനെ കുറ്റപ്പെടുത്തിയതല്ല. ഒരബദ്ധം പറ്റിയതിൽ നിന്നും കരകയറാൻ പറ്റാതെ വളരെയധികം നശിക്കുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ലോകം ഒട്ടും ശരിയല്ല. കിച്ചൻ തന്നെ ഏതൊരുത്തിനാ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് സപ്പോർട്ടുമായി പലരും വരും. ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നതിനേക്കാൾ ഇതിനകത്ത് വൈരാഗ്യം മാത്രമാവും ഈ സപ്പോർട്ടറിന്റെ പിന്നിൽ. എലിസബത്ത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകും. അപ്പൊ മനസ്സിലായില്ല അയാളുടെ പ്രശ്നം. ഓ ഇപ്പൊ മനസ്സിലായി എന്താ പ്രശ്നം. അപ്പൊ ചെകുത്താൻ മനസ്സിലായില്ലേ? അവൻ ആ ഗ്യാപ്പിൽ വന്നിട്ട് പുള്ളി എലിസബത്തിനെ ഉദ്ദേശിച്ച് നന്നാക്കാൻ പോവാ. മനസ്സിലായോ തനിക്ക്? ശത്രുവിന്റെ ശത്രു മിത്രം. അതാണ് അജുവിന്റെ സന്ദർശനോദ്ദേശം എന്ന്. ലതാ പെണ്ണുമ്പിള്ള, ലതാ മങ്കേഷ്കർ ആർക്കറിയാരാന്ന്. ഇവരൊക്കെ ഈ പറയുന്ന അല്ല അതല്ല, ഈ ഇവന്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ ഇവൻ ആ സാധനം പറയാനുണ്ടാകുന്ന കാരണം നമ്മളവിടെ പോകുന്നത് എന്തിനാ? ഈ പുള്ളിക്കാരൻ നമ്മുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. നമ്മള് 3 പേരും ഒരു സ്ഥലത്ത് ഇൻവോൾവാ. മനസ്സിലായി? അതുകൊണ്ടാ. അല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ പോയിട്ടില്ല. ഞാൻ ഇന്നേ വരെ ഇങ്ങനെ നേരിട്ട് എന്നൊരു സ്ഥലത്ത് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ 1-2 ഞാൻ പോയിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ വഴിയിൽ ഇറക്കി നിർത്തി, ജോലിക്ക് പറഞ്ഞു വിട്ടു, സാലറി കിട്ടിയില്ല, പിന്നെന്തൊക്കെയാണോ മറന്നുപോയി ഞാൻ പലതും. അല്ലെ പോലീസ് ജാമ്യത്തിൽ എടുക്കാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് കൂടുതലും വന്നേക്കുന്നത്. അല്ലെ ആറാട്ടനോട് പുറത്തു പോകും, പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കും. ഇതിൽ കൂടുതൽ ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല. ഇതിനകത്ത് പോകുന്നത് നമ്മൾ വളരെ ക്ലോസ് ആണ് ഈ സ്ഥലത്ത്. മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാ. മനസ്സിലായോ? ഇപ്പൊ പുള്ളിക്കാരി ഈ പറഞ്ഞ സംഭവത്തില് എന്താ പറയാ, വീഡിയോ ഇട്ടു. അയാൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു. നമ്മൾ പരാതിയും കൊടുക്കാൻ പോവാണല്ലോ. അതിനകത്ത് ഇപ്പൊ എൽസബത്തിന്റെ ഈ വീഡിയോ കാണിച്ചുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൽസബത്തും ആറാട്ടണ്ണനും വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ പാലാരിവട്ടം അല്ല ഇവിടെ ഈ മറ്റേ തൃക്കാക്കര സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ 2-3 പേര് വണ്ടി ഓടിച്ചു പോയിട്ട് ബാലയുടെ വീട്ടിൽ ചെന്നിരുന്ന് എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് അകത്തൊന്നും സെർച്ച് പോലും ചെയ്യാതെ റിപ്പോർട്ട് കൊടുത്തത്. മീഡിയയുടെ മുന്നിൽ എന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെ തോക്കൊന്നും ഇല്ലെന്ന്. അവരെവിടെ പരിശോധിച്ചിട്ടാ പറഞ്ഞതെന്ന് അറിയത്തില്ല. പരിശോധിച്ചിട്ട് കാര്യമില്ല. കാരണം 3-ാം ദിവസം ചെന്ന തോക്ക് കാണത്തില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത്രയും പണിയെടുക്കേണ്ട കാര്യമില്ല. വളരെ ബുദ്ധിപൂർവ്വം ചെയ്താണെങ്കിലും ഒരു കള്ള റിപ്പോർട്ട് കൊടുത്തെന്നുള്ളത് വേറൊരു തെറ്റാ. മനസ്സിലായോ? അപ്പൊ ഇവരൊന്നും അവരെ കണ്ടിട്ടില്ല. എൽസബത്ത് മുറിക്കകത്ത് അടച്ചിരിക്കുന്നു. ആറാട്ടന്റെ മോളിൽ പൂട്ടിയിട്ടിരിക്കുന്നു. പൂട്ടിയിട്ടേക്കാൻ അടച്ചു കയറി ഇരുന്നോളാം പറഞ്ഞ അവൻ അടച്ചിരുന്നു. ഇതൊക്കെ എല്ലാം നമ്മുടെ വീഡിയോകളിലൊക്കെ ഇവർ പറഞ്ഞായിട്ടും എല്ലാം കിടപ്പുണ്ട്. ഇപ്പോഴും ആറാട്ടനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറയുമായിരിക്കും. എലിസബത്ത് ചെകുത്താൻ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ആയി വ്യക്തി നല്ലൊരു വ്യക്തിത്വം അല്ല. എന്തോ ഒരു ഹിന്ദി പേരൊക്കെ ഇട്ട് വേണാണേ. നല്ലൊരു വ്യക്തി അല്ല. നിങ്ങളെ വന്നൊന്ന് കണ്ടു, നന്നായി പെരുമാറി, നല്ല കാര്യം. അത് അവിടെ കഴിഞ്ഞു. ഇനി ഇതും പറഞ്ഞ് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നേ പറയാനുള്ളൂ. റിലേഷനോ? പിന്നെ തന്നെ നേരിട്ട് വന്ന് കാണാത്തത് തനിക്ക് സപ്പോർട്ടായി ഇപ്പൊ കുറെ മലയാളി സഹോദരങ്ങൾ ഉണ്ട്. ഓ അടിപൊളി ആൾക്കാരാ അവരൊക്കെ തന്നെ. ഇതൊക്കെ ഈ കമന്റുകാരുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? ഈ കമന്റുകാരെ താൻ ശ്രദ്ധിച്ചോ, ഇതേ ആള് നാളെ ചിലപ്പോ തിരിച്ചും മറിച്ചും പറയാൻ സാധ്യതയുള്ളവരാ. അത് മറിയുന്നായി കാണുന്നേ. മനസ്സിലായോ നിനക്ക്? നമ്മളൊരു ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായി, അത് കണ്ടിട്ടല്ല ഇവര് വരുന്നേ. ഇവര് വേറെയൊക്കെ പറയാൻ തുടങ്ങിയാണ്ട് ഇപ്പൊ ഇവര് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനൊക്കെ താല്പര്യം ചിലപ്പോൾ എലിസബത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും ഈ ബാലയെ പോലത്തെ ഒരുത്തിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കാണുമായിരിക്കും. എല്ലാം എങ്ങനെയാടാ എലിസബത്തിന്റെ വീട്ടിലായാലും വന്നെന്നോ വേറൊരാൾ വന്നത് വർത്താനം പറഞ്ഞെന്നോ പറയുന്നത് ഇയാൾക്ക് ബാധിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനാണെന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ പരിപാടി കണ്ടു,
ഇനിയിപ്പോ എൽസവത്തിനകത്ത് ഇൻവോൾവ് ആണോ ഇല്ലെങ്കിൽ പോലും ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഈ അമൃതയുടെ കാര്യത്തിലൊക്കെ എനിക്ക് അമൃതയൊന്നും താല്പര്യമില്ല, ഉള്ള കാര്യം പറയാം. അമൃതയും അഭിരാമിയുടെയും വർത്താനത്തിൽ നിന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രണ്ട് ആൾക്കാരായി പോയി അവരുടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ. എന്നാൽ പോലും നമ്മൾ ഇവർക്കെതിരായിട്ട് പറയുമോ ബാലയുടെ സപ്പോർട്ടോ ഒന്നും ഞാൻ പറയത്തില്ല. അത് ഞാനും അവരും തമ്മിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ അവരെ മിണ്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ കോസ് അവിടെ നിൽക്കും, മനസ്സിലാകുന്നുണ്ടല്ലോ. അല്ല അതിനകത്ത് കയറി ഈമാരി പരിപാടി ഒന്നും പറയേണ്ട കാര്യമില്ല. അവരെന്ത് വേണം ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ തമ്മിൽ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല അവരോട് ഉള്ള നമ്മൾ ആ ഒരു കണക്കാത്തോണ്ട് മാറ്റുന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തെ ഇത്രേ ഉള്ളൂ. അതായത് ഇവിടെ നടന്ന ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന ആളുകളെ തമ്മിൽ ചിലപ്പോ ഇങ്ങനെ ഒരു സാധനം കണ്ടെന്നിരിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിനകത്ത് അവിടെ വേറെ കാര്യമാണ്, അവരൊക്കെ തന്നെ കാണാൻ നേരിട്ട് വരണമെന്ന് പറയുന്നതിലെ ചേതോവികാരം എന്താണ്? എലിസബത്തെ തന്നെ കാണാൻ ആകെ വന്നത് അജിച്ചേട്ടനാണ്, വേറെ ആരും വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയ ഞങ്ങൾ മലയാളികൾ കൂട്ടമായി തൻ്റെ വീട്ടിൽ വന്ന് തന്നോട് സംസാരിക്കാൻ നിന്നാൽ തനിക്ക് ഈ വരുന്ന എല്ലാ മലയാളി സഹോദരങ്ങളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? തന്നെ ഇഷ്ടമുള്ളതിനാലാണ് തൻ്റെ വിഷയങ്ങൾ ദുരന്തങ്ങൾ കേട്ടപ്പോൾ തന്നെ പിന്തുണച്ച് ഞങ്ങൾ വന്നത്. ഇവരൊക്കെ വന്ന് ഈ കമന്റ് ഇടുന്ന ചെകുത്താൻ്റെ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ തന്റെ അജുവേട്ടൻ ചെകുത്താനെ പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനാൽ തന്നെ താങ്കൾക്ക് ഞങ്ങൾ മലയാളികളായ ഇവളാണോ മലയാളികളുടെ മൊത്ത വ്യാപാരി? ആരോ ഒരുത്തി ഞങ്ങൾ മലയാളികൾ ഞങ്ങൾ കൂട്ടമായി വന്നു, കൂട്ടമായി വന്നു. ഒരു സ്ത്രീയോ പുരുഷനാവാം, ഫേക്ക് ആവാനാ. ഇത് ഫേക്ക് ഐഡി ആയിരിക്കും, ഹിന്ദി പേരൊക്കെ ഇട്ട് ഇവളെ കണ്ടിട്ട് ഫേക്ക്. ഒരു കിളവി തവണയാണ് അതിൽ നിന്ന് അതിനുള്ള പ്രതീക്ഷ. മതി, അതിനുള്ള ബോധമൊക്കെ കാണത്തുള്ളല്ലോ. വല്ല ഭക്ത മൂത്ത് അതായിരിക്കും. ശബരിമലയ്ക്ക് പോകാറായി, മെനോപോസൊക്കെ ആയിട്ടുണ്ട്. തനിക്ക് ഈ വരുന്ന എല്ലാ മലയാളി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് തിരിച്ചു പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് താല്പര്യം അതായതുകൊണ്ടാണ്. ഇതൊക്കെ വായിച്ചിട്ട് ആരെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാ ഇവിടുത്തെ പരിപാടി. ഇവിടെ ആൾക്കാരുടെ മൂഡ് എന്താന്നുള്ളത് ഈ തന്റെ ഇവിടുത്തെ തോക്ക് കേസിൽ മനസ്സിലായതാണ്. അതായത് തോക്ക് വിഷയത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് കയറി പോകുന്നു. ഈ സീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് അവനിട്ട് ഒരെണ്ണം കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരവിടെ പറ്റി അവരോട്ട് ഒരെണ്ണം കൊടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ മലയാളികളെല്ലാം എവിടെ ഇവിടുത്തെ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ വലിയൊരു സിനിമാക്കാരനൊക്കെ ഉണ്ട്. അവന്റെ ഏത് വെള്ളക്കയോ അവന്റെ കുഞ്ഞിക്ക് ഇങ്ങനെ കുറെ അവന്മാർ ഇവിടെ കിടന്ന് കുറെ കുണച്ചു. എനിക്കൊന്ന് വെള്ളം അടിക്കാൻ മദ്യലഹരിയിൽ കഴിഞ്ഞിട്ട് അടുത്ത സീൻ വരികയാണ്. ഏത് മോഹൻലാൽ സീൻ. മോഹൻലാൽ സീൻ വന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോഴും പറഞ്ഞു ഇവരുടെ ഒരു ഇവനിത് നന്നായുള്ളൂ, അവനെ കൊടുത്തു, നല്ല കാര്യം, അവനെ പിടിച്ചല്ലോ, അറസ്റ്റ് ചെയ്തല്ലോ അവനെ. അതും കഴിഞ്ഞിട്ടാ അത് കഴിഞ്ഞ് സിദ്ദിഖിനെതിരെ പരാതി വരുന്നു. അപ്പോ സിദ്ദിഖിനെതിരെ പരാതി വന്നു കഴിഞ്ഞപ്പോ പണി അങ്ങോട്ട് പാണി. അപ്പൊ തന്നെ ഈ അളിയന്മാരൊക്കെ തിരിയും നേരെ സ്വിച്ച് ഇട്ട പോലെ. അതെ, കുറെ പേര് അപ്പുറത്തോട്ട് മാറിയുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് ആരെങ്കിലും ഒക്കെ കളിക്കണമല്ലോ. അതാണല്ലോ നമ്മുടെ ഒരു രീതി. മൊത്തത്തിലുള്ള ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് എവിടെയാണോ സേഫ് അവിടെ എന്തിനാ അവര് നിക്കുന്നേ? ഇവരിത് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ലല്ലോ ശരിക്കും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കേരളത്തിലെ PC ജോർജ്മാരെ അവരൊക്കെ ഒരു ഇതില്ല, കാരണവരുടെ തോപ്പിക്കും. അതായത് എന്താ പറയാ, അഭിപ്രായമല്ല പറയണ്ട, എന്താ പറയാ, നിലപാടില്ല, പിന്നെ പിന്തുണയ്ക്കൽ. അതിനാൽ തന്നെ താങ്കൾക്ക് ഞങ്ങൾ ഇത് കേട്ടോണേ, വേണ്ട, അജുവേട്ടൻ മാത്രം മതി എങ്കിൽ ശരി, അങ്ങനെ ആകട്ടെ. തന്റെ അജുവേട്ടന് വേണ്ടി താങ്കൾ ബാക്കി വരുന്ന മലയാളികളായ സഹോദരങ്ങളെ തള്ളിപ്പറയുകയാണല്ലേ? കൊള്ളാം, കേട്ടോ, കൊള്ളാം. വെറുതെ അല്ല എലിസബത്ത് ഇങ്ങനെ ഓരോ വയ്യാവേലിയിൽ പോയി മാത്രം ചാടുന്നതാണ്. എടോ, എന്നെയൊക്കെ ഈ കൊച്ചിനൊരു 10 വർഷം അറിയാമെങ്കിൽ ബാലയുടെ അടുത്തൊന്നും പോകത്തില്ല. അവനെയൊക്കെ എന്നെ നമ്മൾ പുച്ഛിച്ച് തള്ളി, അല്ലേ? മനസ്സിലാക്കി കൊടുക്കുന്നില്ലടോ. ഇത് പറ്റിപ്പോയ എന്നാ വെച്ചാൽ എലിസബത്ത് ബാലയുടെ വീഡിയോ കാണുമ്പോൾ ബാലയെ ആരും എതിർക്കുന്നില്ല. ഈ അമൃത പോലും ബാലയ്ക്കെതിരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ബാല ഇങ്ങനെ സെന്റിമെന്റ്സ് അടിക്കുമ്പോൾ എലിസബത്തിന്റെ വിചാരം മൊത്തം പാവം, കഷ്ടമുണ്ട്, കൊച്ചു പോലും കാണാൻ പറ്റാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ വേദനിക്കുകയാണ്, ഇവൻ കള്ളത്തരെല്ലാം പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. പോരാത്തിന് ഇവര് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ ചാറ്റ് ചെയ്യും, മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവര് മെസ്സേജ് റിപ്ലൈ ചെയ്യും, അങ്ങനെയൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇവൻ കയറി കറക്കി. ബാലകള്ളം എല്ലാം സെന്റിമെന്റ്സ് വീഴുന്ന ആളാണ് എലിസബത്തിന് സെന്റിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി, അവനോട് അങ്ങ് സ്നേഹവും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് ചാടി കയറി പോയി കല്യാണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയി പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവർ ഇറങ്ങി ഓടാൻ പറ്റാത്ത പോലെ ട്രാപ്പിലുമായി പോകുന്നു.
ഈ കള്ളൻ പല രീതിയിൽ അവരുടെ വീട്ടുകാരെ വരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അവരിന്നലെ പറഞ്ഞു കേട്ടില്ല, അവര് ഈ കൊച്ചു പറയുന്ന വിശ്വസിക്കുന്നില്ല എന്നൊരു സമയത്ത്. ഇവൻ വിളിച്ചവരെന്ന് പറയുന്ന അവർ വിശ്വസിക്കുന്നു. എന്നിട്ട് ആ ഓണത്തിന് ഫുഡ് തള്ളിക്കയറ്റി വെച്ച ഒരു സീൻ എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇവൻ വീഡിയോ ഇടുന്നത് അവരുടെ വീട്ടുകാരെ കാണിക്കാനാണ് ശരിക്കും. അല്ല നമ്മൾ വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല ഇവൻ പണി കാണിക്കുന്നത്. ഇവൻ അവരെ കൺവിൻസ് ചെയ്യാനും അവരെ കാണിക്കാനും വേണ്ടിയിട്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വിചാരിക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊച്ച് 1-2 പ്രാവശ്യം വീട്ടിൽ വന്ന് നിന്ന് വിഷപ്പാണിക്കിട്ട് വരുന്ന സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കുന്ന സംഭവം ഇതൊക്കെ. അപ്പൊ അടിച്ചു ഇടിച്ചു ഭാര്യ ഭർത്താവുമ്പോൾ ഒരു തട്ടുമുട്ടും ചട്ടിയും ആ രീതിക്ക് അവരത് കണ്ടു. എനിക്കറിയത്തില്ല ഇതുപോലെ എത്ര സെലിബ്രിറ്റിമാർ ഇതുപോലെ വാരി കൊടുക്കുക അങ്ങനത്തെ സാധനമൊക്കെ ഇടുന്നുണ്ടെന്ന് എനിക്കറിയാം. ആരും ഇടത്തിലോ, ഈ പേ പിടിച്ചവന് മാത്രമല്ല ഇതൊക്കെ പറയാം. ഇയാളൊരു യൂട്യൂബറാണ്. കണ്ടന്റ് അല്ല, ഇയാൾക്ക് ഒന്നാമത്തെ കാര്യം വീട്ടുകാരെ ബോധിപ്പിക്കണം, മനസ്സിലായോ? പിന്നെ ഇവന്റെ കൈ നല്ല കള്ളത്തരമുണ്ട്, കുറെ ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യുന്നുണ്ട്, അത് മറക്കണം. അതുകൊണ്ട് ശരിയാ, നന്മ അവൻ ഇതിനെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇവന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കള്ളത്തരങ്ങൾ മറച്ചുകൊണ്ടേയിരിക്കുക. അതെന്തുകൊണ്ട് ഇവൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു, ഇവൻ വേറെ ഇല്ലീഗൽ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും, പല ആളുകളുമായിട്ട് ബന്ധങ്ങള്, ഇതിനെയൊക്കെ മറയ്ക്കാനാണ് ഇവൻ ഈ സോഷ്യൽ മീഡിയ ശരിക്കും യൂസ് ചെയ്യുന്നത്. ബാല അതിന് പെണ്ണുങ്ങളെ ഇരയാക്കുക. അത് കൂടാതെ ഇവൻ ഇത്തിരി അസുഖമുണ്ട്. ഇവൻ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് നല്ല പ്രായക്കുറവും അങ്ങനെയുള്ള സാധനമൊക്കെ ശ്രദ്ധിക്കേണ്ടാടോ. ഈ കോഹ്ലിക്കും വളരെ യങ്ങായിട്ടുള്ള പിള്ളേരെ വേണ്ടത് പുള്ളിക്ക്. അപ്പോൾ അനുഭവിച്ച ആ കുട്ടി പറയുമ്പോൾ പോലീസിന് മനസ്സിലാവും തീർച്ചയായും അവരുടെ കേസ് കൊടുത്തു. ഏണ്ടൊക്കെ ഇരുന്ന് പൊട്ടത്തരം പറയുന്ന ഇത്തിരി പുള്ളികള് ഒരു കൂട്ടര്. വേറെ ആള് ബാല ഒരു നാർസിസ്റ്റ് ആണ് എലിസബത്ത്, നിങ്ങൾ പറയുന്നത് എല്ലാം പറയണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവൻ ചത്തുപോയി എന്ന് കരുതുക, നിങ്ങളുടെ ജീവിതം നോക്കുക. ശരിക്കും ഇതിനകത്ത് വരുന്ന കമന്റ്സിനകത്ത് ഈ നെഗറ്റീവ്, അത് ഫേസ്ബുക്കിനകത്ത്, യൂട്യൂബിനകത്ത് എല്ലാവരും ഭയങ്കര പോസിറ്റീവ് കമന്റുകാർ, ഫേസ്ബുക്കിൽ നെഗറ്റീവ് കമന്റുകാർ. ഫേസ്ബുക്കിലാണ് ബാല കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ ബാലയുടെ ആളുകൾ അവിടെ നിന്ന് ഇവിടെ വരും. അതുകൊണ്ടൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ. അല്ലെ പിന്നെ ആദ്യമേ പോസിറ്റീവ് കമന്റ്സുകാർ വന്ന് പോസിറ്റീവ് ഇട്ടിരുന്നത് ചിലപ്പോൾ ഇതിനകത്ത് കയറി വരത്തില്ല. അതിന് അങ്ങനെ ഒരു സൈക്കോളജി ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ടാണ് എലിസബത്ത് കിടന്ന് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. നമ്മൾ എന്ന് കണ്ടപ്പോൾ വേണ്ടെന്ന് ഏതാണ്ട് ആയിപ്പോയ പോലെ ആയിപ്പോയി. മനസ്സിലായി, അവർക്ക് വിഷമം വരുന്നു. മനസ്സിലായില്ലേ? അതിന് ഓൾറെഡി അവർ പറയുന്നുണ്ട് അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇത്തിരി കൂടി ധൈര്യം കാണിക്കണേ, ആ മനസ്സ് എത്ര ദുർബലതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെ, വളരെ ശരിയാണ്. ജസ്റ്റ് ക്രൈ ആസ് മച്ച് ആസ് യു വാണ്ട് ഇഫ് ഇൻ യുവർ പേഴ്സണൽ സ്പേസ് ആൻഡ് ബി ബോൾഡ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. It is his victory if you cry, and do you know how much happy he will be to see it. അതൊക്കെ പറയുന്നത് എന്തോ ആയിക്കോട്ടെ. Dear sister, you should not expect the world to file a case or do things for you, your justice. Lakshmi Mohan. Either you leave the thing which hurts you or you fight yourself for justice by filing a case. Don't cry and talk. Most of the people will just make fun of you. Prove your point in court, not over here. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവർക്ക് അതിനുള്ളൊരു ഇതില്ല, സ്ട്രെങ്ത് ഇല്ല. അവരെ കൊണ്ട് പറ്റത്തില്ല. അവരെ കൊണ്ടൊന്നല്ല, അവരുടെ വീട്ടുകാരെ കൊണ്ടും പറ്റത്തില്ല. അല്ല, വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ ഇടയിൽ വേറൊരു വീഡിയോ ഉണ്ട്. ഞാൻ ഏതോ ഒരു മിസ്സായൊരു എനിക്ക് മനസ്സിലായില്ലോ. എനിക്ക് മനസ്സിലായില്ലോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ ഇത് ഈ വീഡിയോ കാണാനുള്ള കാരണം നമ്മളെ പറ്റി ആയതുകൊണ്ടാണോ, ഇത് വന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. ആ വീഡിയോ അല്ല, ഈ മൂപ്പിലാത്തി ചെയ്ത വീഡിയോ കണ്ടില്ല, ആരോ റിയാക്ട് ചെയ്ത വീഡിയോന്റെ ഒരു പോർഷനിൽ അത് പറയുന്നത് കേട്ടതാണ്. എന്തൊക്കെ പറയുന്നുണ്ട്. അല്ല, എനിക്ക് നമ്മൾ പറഞ്ഞില്ലേ എലിസബത്ത് സോറി പറയേണ്ട ഒരു ആവശ്യവും നമ്മളോടില്ല. പിന്നെ പുള്ളിക്കാരിക്കൊരു എന്തെങ്കിലും ഒരു സമാധാനം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവാം. അവർ നമ്മളോട് ഇവിടെ വന്ന് തോക്കും കൊണ്ട് വന്ന് കൊടുത്ത് മാക്ക് ഡാറ്റ പറയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കത്തില്ലേ ഇവളും ഒരു കള്ളിയാണ്, അവർ പറഞ്ഞു കേട്ടില്ലേ കള്ളത്തിയാന്നൊക്കെ വിചാരിക്കുവോ, അതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടാകുന്നില്ല, കഷ്ടമുണ്ട്, അങ്ങനെയൊക്കെ ആല്ലേ വിചാരിക്കുവോ. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തില്ലേ. എലിസബത്തിനെ എപ്പോ തെറി വിളിച്ചെന്ന് ചോദിച്ചാൽ അങ്ങനെ എലിസബത്ത് ആണോ മേരി ആണോ മറ്റേ എന്ത് ശ്രീകുട്ടിയാണോ ഏത് ഫാത്തിമയാണ് അവളെ നാശിപ്പിച്ച് കൊല്ലത്തില്ല നീ നേരം കൊണ്ട്. അത് കൊള്ളാം, അങ്ങനെ ഒരു ഇതില്ല. അതല്ല അങ്ങനെ തോന്നിയിരുന്നേ 100% നമ്മൾ വന്നു തുടങ്ങിയ പരിപാടി. പിന്നെ അതുമല്ല പേരെല്ലാം മെൻഷൻ ചെയ്ത്, പ്രസ് മീറ്റിന് മെൻഷൻ ചെയ്ത്, കേസിനകത്ത് മെൻഷൻ ചെയ്ത് എന്തൊക്കെ ആരും ബാക്കിയാണ്. അത് നമുക്കറിയാം. ബാലയാണ് പ്രശ്നക്കാരെന്നുള്ളത് ആദ്യം മുതലേ അറിയാം. അത് മനസ്സിലായ പിന്നെ അതിനകത്ത് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അയാൾക്കൊരു സമാധാനം, അത്രയല്ല. ആര്യ ഡോക്ടർ, പ്ലീസ് കീപ് ഡിസ്റ്റൻസ് ഫ്രം ദീസ് പീപ്പിൾ ആൻഡ് ടേക്ക് റിയാക്ഷൻ അഗൈൻസ്റ്റ് യുവർ പാസ്റ്റ് ലൈഫ് ദാറ്റ് യു ആർ സഫറിംഗ്. കീപ് മെച്യൂരിറ്റി, ബി പ്രൊഫഷണൽ, ബിലീവ് യു. മെച്യൂരിറ്റി എന്താ ഈ പറയുന്നത്?
പ്ലീസ് കീപ് ഡിസ്റ്റൻസ് ഫ്രം ദീസ് പീപ്പിൾ. കീപ് ഡിസ്റ്റൻസ്. അത് ഈ വണ്ടിയുടെ ഒക്കെ പുറകിൽ എഴുതില്ലേടോ? അതെ 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 അതെ. ഇതിനകത്ത് എന്തെന്നായിട്ട് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാളെ പോയി ഒരാൾ കാണുന്നു, അവര് ഇങ്ങനത്തെ ഒരു കേസായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നു. നമുക്ക് ഈ എലിസബത്ത് ഇത് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ കേസിനകത്ത് ബാലയുടെ സാധനം അടിച്ച് കയറ്റി ബാലയും ആ ബാലയ്ക്ക് കൂട്ടുന്നതും കൈക്കൂലി മേടിച്ചതായിട്ടുള്ള പോലീസുകാർക്കെതിരെ പരാതി കൊടുത്തിട്ടല്ലേ പോണ്ടേ. അപ്പൊ അതിന് മുമ്പ് ഇതൊക്കെ ചോദിക്കാനും പറയാനൊക്കെ നേരിട്ട് തന്നെ സംസാരിക്കാൻ പറ്റില്ല. അല്ല ഓൺലൈനിൽ ഇരുന്ന് നീയൊക്കെ പറയുന്ന പോലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനൊന്നും ഒരുത്തിക്കും കമന്റ് ഇടാറില്ല, ഒരുത്തനും കമന്റ് ഇടത്തില്ല. പിന്നെ പറയാനുള്ളത് വേറെ വല്ലതും കണ്ടിട്ട് പറയും. അല്ലാതെ ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണോ? ഇവരൊക്കെ ഇങ്ങനെയാണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്തെങ്കിലും ആവശ്യമുണ്ട് അവരോട് സംസാരിക്കാൻ അവരുടെ നേരിട്ട് വീട്ടിൽ തന്നെ പോകണം, അല്ല അവരോട് നേരിട്ട് നിന്ന് സംസാരിക്കണം. ഇത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, അതിനാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവരുടെ കാര്യങ്ങൾ അറിയാനും പറ്റി, കൂടുതൽ വിവരങ്ങൾ കിട്ടി, നമുക്ക് കാര്യം മനസ്സിലായി, അവർക്കിപ്പോ ഇങ്ങനത്തെ അവസ്ഥയിലാണെന്ന് മനസ്സിലായി. ഇത് ഉമ്മ കണ്ട അവിടെ എവിടെ ഇരുന്ന് കമന്റ് ഇടുന്ന ഈ ഇതിനൊക്കെ വല്ലതും അറിയാവോ? ഇവരിപ്പോ അതാ പറഞ്ഞത്, ഇതിപ്പോ സ്വിച്ച് ഇട്ട പോലെ ഇപ്പൊ ഇങ്ങോട്ട് കൊച്ചു കുട്ടികളെ പോലെ ഒരു 100 താങ്ക്സ് പറയുന്നു ഈ വീഡിയോയിൽ നിന്ന്. ലൈനെ ചെറിയാന്ന് പറഞ്ഞാൽ ഏതൊരു വിടലേ കേട്ടോ. ഇവളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിനെ കണ്ടിട്ടും ഇല്ല. ഇല്ലടോ കണക്കാ. ഇവിടെ നിന്ന് മറ്റേ ഇറ്റലിയിൽ എങ്ങാണ് ജോലി പോയത്, മനസ്സിലായോ? അവർക്ക് അത് മനസ്സിലായൊന്നും പറയുന്നില്ല. വേണ്ട വേണ്ട അല്ല, അത്രയൊക്കെ ഉള്ളൂ. അതിനുള്ള ബോധക്കുറവ് ഭയങ്കര എടുത്ത ആൾക്കാരുടെ. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളോട് തന്നെ പലരും വിളിച്ചു ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന കണ്ടാണല്ലോ. ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യര്. ഈ കമന്റ് സെക്ഷൻ അടിപൊളിയാ. ഈ കൊച്ചിനെ മുഴുവൻ അല്ലെങ്കിൽ ഈ പരനാറിയെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ? ഞാൻ അത് കയറി എന്തോ ചെയ്ത് മോഷ്ടിച്ചോ? പിടിച്ചു പറിച്ചോ? അല്ല എന്തിനും കാണിച്ചോ? ഇല്ലല്ലോ. അല്ല, ഈ ബാലെ പറയേണ്ട സാധനം തന്നെ നമ്മളെ പറയുന്നേ. ജയപ്രകാശ് വലിയ മിടുക്കനായിരിക്കും, നോക്കട്ടെ. പുലിയുടെ പടമൊക്കെ അപ്പൊ മറ്റേ സംഖ്യ വല്ലായിരിക്കും. മനസ്സിലായി. ഇവന്മാര് എന്തുകൊണ്ട് ഈ ബാലയുടെ ചെന്നിത് പറ. ഇപ്പൊ ഈ സംഭവിച്ചേക്കണ പരിപാടിക്കകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളില് കുറെ ഫാൻസ് ഉണ്ടാവും. ഇനി വേറെ സാധനമുണ്ട്. ആ ഫാൻസുകാരുണ്ട്, മോഹൻലാൽ ഫാൻസ് ഒക്കെ ഇങ്ങനെ കുത്തി നിൽക്കുവാണല്ലോ. ഈ ഡോക്ടർക്ക് എന്ത് പറ്റി? ഇവരോടൊക്കെ കൂട്ടുകൂടി വേണോ നീതി വാങ്ങാൻ? അവനവന് നീതി കിട്ടണമെങ്കിൽ നേരിട്ട് നിയമ നടപടിയായി മുന്നോട്ട് പോകാനുള്ള വിദ്യാഭ്യാസം ഇല്ലേ? ഇവരിങ്ങനെ ഒരു ഡോക്ടറായി കോകില ബാലയോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഇത് ഇവരെന്തോ ഫേക്കിനകത്തൊന്ന് വന്നോ അല്ലെ എന്തോ കാരണവശാല് ബാലയുടെ ആരോ ആണ്. ഇതിനകത്ത് അവര് എന്റെ കൂടെ കൂട്ടുകൂടിയിട്ടൊന്നും ചെയ്യാനില്ല. അവരെന്തിനാ എന്റെ കൂടെ കൂട്ടുകൂടുന്നത്? നമ്മള് ഈ കാരണം ഉണ്ടല്ലോ, റീസൺ അവർക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ പോയേക്കുന്നത്. ശരിക്കും നമ്മൾ ഈ വിവരം അറിയുന്നു, അതിനെപ്പറ്റി അന്വേഷിക്കാൻ തന്നെ പോകുന്നത്. അല്ലാതെ അവര് നമ്മുടെ കൂട്ടണം. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അവരോടൊക്കെ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. നമ്മളാണ് ഇത് ചെയ്യും. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഒരു കാര്യം അവർ ചിന്തിച്ചിട്ടില്ല എന്നും അവർ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് നമുക്ക് തോന്നും. അപ്പം നമ്മൾ ഇനി സോഷ്യൽ മീഡിയ ഇരുന്ന് പബ്ലിക്കലി ഇങ്ങനെ വിളമ്പാനുള്ള അല്ല എല്ലാം. മനസ്സിലാകുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായാലും നമ്മൾ വല്ലതും വരണം തോന്നിയാൽ വന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുവാ നമ്മൾ ഇവിടെ ചെന്ന് പറഞ്ഞു, അവിടെ എന്താ ചെയ്തത്, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഷെയിം ഡോക്ടർ, വാട്ട് ചീപ്പ് ക്യാരക്ടർ, ഓൾ വാല്യൂ വെന്റ്, മേഴ്സി. ഇവിടെ ഒരുത്ത എലിസബത്തിന് നിങ്ങൾ ഇനിയുണ്ട്, എലിസബത്തിന് നിങ്ങൾ എത്ര വില ഇട്ടിരുന്നതെന്ന് ആരാ നോക്കി? പ്രസാദ്, ഷാരോൺ ജോർജ്. ഇതിനകത്ത് ഒരുത്തി വന്നിട്ടേക്കുന്ന കമന്റ് ആണ്, എ നാർസിസ്റ്റിക് വിക്ടിം ഓഫൻ ഫൈൻഡ്സ് themselves saying sorry frequently even when they haven't done anything wrong because the narcissist's manipulative behavior can create a dynamic where the victim feels responsible for the narcissist's actions and constantly tries to appease them by apologizing even when they are not at fault. This is a key characteristic of narcissistic abuse, where the victim is often left feeling like they are the problem and needs to constantly apologize to maintain the relationship. Copied. Unless you have gone through narcissistic abuse, you will never understand the victim's mindset എന്ന് പറഞ്ഞാൽ സാധനം ഇട്ടിട്ടുണ്ട്. ഇതിന് എവിടെ നിന്ന് കോപ്പി ചെയ്താന്ന് എനിക്കറിയത്തില്ല, കോപ്പി ഇടുന്ന അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരാണ്ട് ഹലോ പേഴ്സ് നിങ്ങളുടെ പ്രൊഫൈൽ ചുമ്മാ നോക്കി അതിൽ ഒരു ഫോട്ടോയ്ക്ക് നിങ്ങൾ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്, റിയൽ ഈസ് റെയർ എന്ന്. അത് തന്നെയാണ് ചേച്ചിയും പറയാൻ ഉള്ളത്. എലിസബത്ത് ഈസ് റിയൽ ആൻഡ് ഷീ ഈസ് റെയർ. സോ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ കഷ്ടം. മേഴ്സി ബയസിനോടാ പറയുന്നത്, മനസ്സിലായി. അവർക്ക് ഈ മറ്റേ ഷെയിം ഡോക്ടർ അത് വിവരക്കേടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഷെയിം എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഓൾ വെന്റ് എന്നൊക്കെ പറയത്തില്ലല്ലോ. മേഴ്സി ബയസിന് അവർ നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിന് വേണോ റിപ്ലൈ? അവർക്ക് പക്ഷെ മനസ്സിലാകാനുള്ള ബോധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വെറുതെ സമയം കളഞ്ഞതാ. അജിത ഈശ്വരം മംഗലം, ഡീപ്
സെറനിറ്റി, പിന്നെ ട്രീസ ജോസഫ്. ജസ്റ്റ് ബിക്കോസ് ഷീ വാണ്ടഡ് ടു അപ്പോളജൈസ്, ഷീ വാണ്ടഡ് ടു സെറ്റ് തിങ്സ് സ്ട്രേറ്റ് ആൻഡ് ദാറ്റ്സ് വാട്ട് ഷീ റൈറ്റ്ലി ഡിഡ്. ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് റോങ് ഇൻ ഇറ്റ്. ട്രൈ ടു ബി ഇൻ ഹർ ഷൂസ് ബിഫോർ കമൻറ്റിങ്. ട്രീസ ജോസഫ് ഇതൊന്നും അവരെന്താ, ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു ഷോ ഓഫ് വെരി ചീപ്പ്. ഷീ സിംപ്ലി ഡൂയിങ് ചീപ്പ് ക്യാരക്ടർ. Why she want to prove this YouTuber? Her standard going down. അടുത്ത് കഴിഞ്ഞപ്പോൾ വേറെ ആരാണ്ട് ട്രൂ എലിസബത്ത് ഹാറ്റ്സ് ഓഫ്. മേഴ്സിക്ക് എക്സാക്ട്ലി എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. മേഴ്സിയോട് വയ്യെന്നും ചോദിക്കുന്നുണ്ട്. ഈ മേഴ്സി പേഴ്സണലി ID ഇവരെവിടെ നിന്നുള്ളതാ? തൃശ്ശൂരുകാരിയാണ്, പ്രായമുണ്ട് കേട്ടോ, മേക്കപ്പ് ഒക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഒരു തള്ള മേക്കപ്പ് ഇട്ടു. ഗോഡ് ഈസ് ഗ്രേറ്റ് ഓൾ ദ ടൈം ഒരു ഫോട്ടോയെ കാണിക്കുക. പിന്നെ ഭയങ്കര മേക്കപ്പ്. അയ്യോ എടാ ഇത് കാണിക്കുന്നില്ല, മോശമായതുകൊണ്ട്. നമ്മളത്ര നിങ്ങളത്ര ഇവര് വൈറലാകും കേട്ടോ മിക്കവാറും. ഗോഡ് ഈസ് ഗ്രേറ്റ് ഓൾ ദ ടൈം. ഇതാ പരിപാടി. താരം നോക്കിയേ, ഓരോ ദിവസവും ഡെയിലി ബേസിസിൽ ലിപ്സ്റ്റിക് ഇടുക, ഫോട്ടോ ഇടുക, മുറിക്കാതിരിക്കും ഒരേ സ്ഥലത്ത്. തികഞ്ഞ ആ പാർട്ടിയാ കേട്ടോ, എല്ലാം തികഞ്ഞിട്ടുണ്ട്. ഒന്നും ആവശ്യമില്ല. ആ ഫോട്ടോ അയച്ചു തരണേ. വേണ്ടോ, എനിക്ക് ഇത് വാൾപേപ്പർ ആക്കാനാണോ ഫോണിൽ? ഹാവ് എ ബ്ലെസ്ഡ് സാറ്റർഡേ. ഗോഡ് ഈസ് ഗ്രേറ്റ് ഓൾ ദ ടൈം. സാറ്റർഡേ ഈസ് എ ഹോളിഡേ. അതെ. സൺഡേ ഈസ് എ മൺഡേ. അതെ. അടോ അല്ല, എനിക്ക് എൽസോത്തിനോട് ഒരു കാര്യം പറയാനുണ്ട്. എൽസോത്ത് എപ്പോഴും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇത് കമന്റ് വായിക്കുവാണല്ലോ, ഞാൻ കമന്റ് നോക്കാറേ ഇല്ല. പിന്നെ കുറച്ച് നോക്കിയാൽ തന്നെ എനിക്ക് ഇടയ്ക്ക് ഞാൻ ചെന്ന് കയറുതെ നോക്കും, അല്ലാതെ ഇത് എടുക്കാറില്ല എന്നുള്ളതാണ്. കമന്റ് വായിക്കാറേ ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാവും. വായിക്കുകയൊക്കെ ചെയ്യും, ചിലതൊക്കെ നോക്കും. പക്ഷെ അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇവരുടെ പ്രൊഫൈൽ ഒന്ന് നോക്കിക്കോണം. പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റില്ല, ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റുന്നില്ല. പ്രൊഫൈലിന് എടുത്തിട്ട് മറ്റേ പേര് സെർച്ച് ചെയ്ത് ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. കുറേയൊക്കെ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടാകത്തില്ല, അങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതുമല്ല, ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളും ഈ സിറ്റുവേഷനിൽ ഇത് പറയാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ തലയ്ക്കകത്ത് എന്തോരം മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അവരുടെ പ്രൊഫൈൽ ഓക്കെ ചെയ്ത് വെച്ച് നടക്കുന്നതല്ലേ. തെളിവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അതെ അവർ ഇത് കണ്ടുപിടിക്കുന്നില്ല. അനുഭവിക്കുന്ന ഒരു പെൺകൊച്ചിനോട് ഇത് കണ്ടുപിടിക്കുന്നില്ല. ഇങ്ങനെ ഒരു കുറ്റം കണ്ടെത്തി അവളുടെ മറ്റെന്താ പറഞ്ഞു പോയത്? റീന കെ ലൂയിസ് ചെറുപ്പക്കാരിയാണോ? അത് സ്റ്റൈലിസ്റ്റ്, കളറിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റാ. അത് കുഴപ്പമില്ല. കോട്ടയംകാരി ഒരു അതൊന്നും വേണ്ട. പിന്നെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, എന്താണ് അത് പറയല്ലേ? ഓ മറ്റേതാവും. പൊളിറ്റിക്കലി അറിയാം അതെന്തോ വന്ന്. റീന കെ ലൂയിസ്, ഷെയ്ം ഓൺ യു ഡോക്ടർ. ഇത് വേണ്ടായിരുന്നു. അതെന്താ കാര്യം? പാല ഫാൻ സെയിം കമന്റ് 10ൽ കൂടുതലായല്ലോ. എത്രയാ കൂലി ഓരോ കമന്റിന്? അതും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. താനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു കമന്റ് ഇനിയിപ്പോ റിയൽ അക്കൗണ്ടിൽ നിന്ന് വന്നിടാന്ന് വിചാരിക്കുമ്പോഴും എന്തെങ്കിലും വെളിവ് 5 പൈസയുടെ ബുദ്ധി ഉണ്ടെങ്കിൽ അവരോട് ഇത് നമ്മളോട് പറയേണ്ട വന്നിട്ട് വന്ന് ചീത്ത വിളിക്കോ എല്ലാം നീ അങ്ങനെ ചെയ്യേണ്ട കാര്യം, നീ എന്തിനാ അവിടെ ചെന്നത്, ഉദ്ദേശം വേറെ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ മറ്റേ കമന്റ് എവിടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊക്കെ പറഞ്ഞൊരു സാധനം പറഞ്ഞു. അതൊക്കെ ഇവിടെ വന്ന് പറയണം. അതെ, ഇവിടെ പറഞ്ഞത് ഓക്കെ, പാടില്ല. പോട്ടെ. അതിനകത്തൊരു കാര്യം, നമ്മള് ഇവരുടെ വീട് തപ്പി പിടിച്ച് ചെല്ലുന്നു, അവരെന്ത് ചെയ്യണം? ഇറക്കി വിടുവോ? അവരോട് നമ്മൾ പറയുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, ഇതിനാണോ, അതിങ്ങനെ ഒരു കാര്യമുണ്ട്. എൽസബത്തിനെ ഓക്കെ എനിക്കറിയാം, ഞാൻ വിളിച്ചു ചോദിച്ചു, അങ്ങനെയാണ് ചെല്ലുന്നതൊക്കെ. അല്ലാതെ നമ്മൾ തള്ളിക്കയറി ചെന്നൊന്നുമല്ല, ചോദിക്കുന്നുണ്ട് ഇന്ന കാര്യം ഒന്ന് സംസാരിക്കണം. അപ്പോഴാണ് ആ കൊച്ചിന് ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടോന്ന് പറയുന്നത്. നമ്മളൊന്നും അതിന്റെ ആവശ്യമൊന്നും ഇല്ല, പിന്നെ പോട്ടെ, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ല. നമ്മളെല്ലാം വേണ്ടെന്നേ പറയത്തുള്ളൂ, അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇട്ടാലും കുഴപ്പമൊന്നുള്ളൂ, നമ്മളെ ചീത്ത വിളിച്ചാൽ പുള്ളിക്കാരി ഇപ്പൊ അതിനകത്ത് ഭയങ്കര അങ്ങനെ പറയണം. അതിന് ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അത് പറയുന്നത് അങ്ങനെയാ, കുറെ നാളുകളായിട്ട് പുള്ളിക്കാരിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോട്ടെ, നമുക്കത് എടുക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഉള്ള കാര്യം പറയാം, എൽസോത്തിന് സോറി എടുത്തിട്ടില്ല, അവിടെ വെച്ച് എടുത്തിട്ടില്ല, അങ്ങോട്ട് എടുക്കുന്നില്ല. ആവശ്യമില്ല, അതിനുള്ള ഒരു കാരണവുമില്ല. അത് ആ കുട്ടി പറഞ്ഞോട്ടെ, അത് പ്രശ്നമല്ല. അപ്പൊ ഇതേപോലത്തെ സാധനം വേണേ എന്നോട് പറയാം, പക്ഷെ അവരോട് എന്തിനാ പറയുന്നത്? അപ്പൊ ഇവരുടെ ആവശ്യം എന്താ? ശരി, അപ്പൊ ഇവര് ഈ കാണിച്ച ഇവരോട് ഇവര് ഉണ്ടെന്ന് പറയുന്ന ഇവരുടെ ഒരു താല്പര്യം ഉണ്ടല്ലോ, അത് ശരിക്കും ഇല്ല, അതില്ല. ചുമ്മാ വന്ന് പറയുന്ന ഇതിന് മുമ്പുള്ള വല്ല വീഡിയോക്കകത്ത് ഇവര് നിർവഹിച്ചുകൊണ്ടിരിക്കുവായിരിക്കും.
ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം പറയാം. ഇപ്പൊ ഇത് നെഗറ്റീവ്, ഇതൊരു നെഗറ്റീവ്. ഇത് കാണുമ്പോ ഈ ശരിക്കും ഇത് ഫോളോ ചെയ്തോണ്ടിരുന്നവരും താല്പര്യമുള്ളവരും ഒക്കെ ചിലപ്പോ കുറെ പേര് സംശയിക്കും, ഡൗട്ട് വരും. ശരിയാണല്ലോ, ഇത് ഇങ്ങനെ എന്നൊക്കെ ആലോചിക്കും. മനസ്സിലായില്ലേ? ഇത് കണ്ടോണേ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, ബട്ട് ഇവറ്റകളെ ഇനി കൂടുതൽ അടുപ്പിക്കരുത്. ഇനി നിങ്ങൾ ഞങ്ങളല്ലേ ഇനി അങ്ങോട്ട് പോകുന്നൊന്നുമില്ല, നീ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് പബ്ലിക് ഇടുന്നത് കൂടുതൽ ദോഷം ചെയ്യും. ഇല്ല, അവരതൊന്നും ചെയ്തിട്ടില്ല. അവർ ചോദിക്കാനും പറയാനും ഒന്നും അല്ലാതിരുന്നേ. അത് നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. 1 മണിക്കൂറോളം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം പോകാൻ നേരത്തെ, ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രത്യേക രീതി എടുത്തതേ ഉള്ളൂ. ആ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അറിയാം ഇതൊക്കെ തന്നെയാണ്. ഒരു പെരുമാറ്റം കാണുന്നില്ലേ, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ നിങ്ങൾ നിഷ്കളങ്കമായ പെരുമാറ്റം മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക. അവർ നിഷ്കളങ്കർ അല്ല, അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു നിഷ്കളങ്കന്റെ പേരെന്ന് പറഞ്ഞു കുട്ടൻ നിഷ്കളങ്കനായ കുട്ട, നിഷ്കളങ്ക കുട്ടൻ, ഫേക്ക് ഐഡിയ, നിഷ്കളങ്കം വന്നേക്കുന്ന കുട്ടൻ ഫേക്ക് ഐഡി ഇട്ടോണ്ട് നിഷ്കളങ്കനെ കൊണ്ട് ഇറങ്ങിയേക്കുക. അല്ല, എന്നാലേ കുട്ടൻ ഫേക്ക് ഐഡിയിൽ നിഷ്കളങ്കത വിളമ്പുന്നു. അയ്യോ, ഇങ്ങനെയുണ്ട് കുറെ എണ്ണം. എന്റെ അമ്മോ, ഉപദേശമാ മൊത്തം. ആ കുട്ടിക്ക് അയാളെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നതിനാൽ അയാൾ പീഡനങ്ങൾ സഹിച്ച് കൂടെ ജീവിച്ചു. അവളുടെ കയ്യിൽ നിൽക്കാതെ വന്നപ്പോൾ അവൾ മാറി നിന്നു. ഇതൊക്കെ ഏതൊരു പെണ്ണിനും ചെയ്യുന്നത് തന്നെ. ബാല എവിടെ എന്ന് പലരും ചോദിച്ചെങ്കിലും അവർ റിപ്ലൈ ഒന്നും ആർക്കും കൊടുത്തില്ല. കാരണം ഇതിന് കാരണം ഉണ്ടെന്നേ. ഇവരെ ഈ പെണ്ണിന്റെ കമന്റ്സിനകത്ത് വന്ന ആവശ്യമില്ലാതെ അവരുടെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽസ്, ഈ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തും എത്തിക്സിനെ റിലേറ്റ് ചെയ്തും പ്രൊഫഷനെ റിലേറ്റ് ചെയ്തും ഒക്കെ അവരെ മോശക്കാരിയാക്കുന്ന രീതിയിൽ കമന്റ് വന്നപ്പോഴാണ് എലിസബത്ത് റിയാക്ട് ചെയ്യുന്നത്. അതായത് ഇവർ മരുന്ന് മാറ്റിക്കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്ന്. ഇതിനകത്തൊരു കോമഡി ഉണ്ട്. ബാല പറയുവാണ് എലിസബത്ത് വേറെ മരുന്ന് കൊടുത്ത് ഇവനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് എന്നാണ് ബാല പറയുന്നത്. ഒരു കാരണവശാലും അത് ബാലയ്ക്ക് മനസ്സിലാവത്തില്ല. എങ്ങനെ മനസ്സിലാവും ഈ പൊട്ടനെ? എങ്ങനെയാന്ന് പറ, അവൻ എങ്ങനെ മനസ്സിലാക്കുക? അവനുള്ള വിവരം ഉണ്ടോ? അറിയില്ല, ബാല അറിയത്തില്ല. ഉണ്ടാകത്തില്ല. അവൻ എന്തൊരു പൊട്ടനാ വയ്ക്കണേ ഈ പൊട്ട. ഇവൻ വന്ന് പറയുന്നത് കേട്ടാലേ എന്നെ മരുന്ന് മാറ്റി അങ്ങനെ ഇവൻ അറിയത്തൊന്നുമില്ലടോ. ഇവൻ എങ്ങനെ അറിയാൻ? ഈ വിവരമില്ലാത്ത വിദ്യാഭ്യാസം അല്ലാതെ ഈ മണ്ടൻ എങ്ങനെ അറിയാൻ? ഇവൻ ഇംഗ്ലീഷും വായിക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് മരുന്ന്, എന്ത് മരുന്ന്? ഇവൻ തന്നെ എടുത്തിരുന്നത് തിന്നുന്ന പോലെ ഇവൻ പെട്ടെന്ന് ചിലപ്പോൾ ചത്തുപോയാൽ വല്ല ഓവർഡോസ് അടിച്ച്. ഈ വിവരമില്ലാത്ത വെളിവില്ലാത്ത ഇവന് വെളിവുണ്ടോ? എടാ, അവൻ എടുത്ത് കൊടുത്താൽ പോലും അവൻ ചിലപ്പോൾ തെറ്റിച്ച് തിന്നുന്ന പൊട്ടനാ. പോട്ടെ, ഇവൻ മദ്യപിക്കുന്നത്, ഇവൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് മുമ്പിലും കള്ളു കുടിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞും കള്ളു കുടിക്കുന്നുണ്ട്. അവിടെ പോയിരുന്നവർ കാണുന്നുണ്ട്, ഈ എലിസബത്ത് കാണുന്നുണ്ട്. ഇവനെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 6 മാസത്തിനിടെ കള്ളു കുടിച്ചിട്ട് ഇവനെ 2ാമത് ട്രീറ്റ്മെന്റ് കയറ്റുന്നുണ്ട്, സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം ഈ പെണ്ണ് പുറകെ നടക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു, നമ്മൾ അറിഞ്ഞല്ലോ. അവര് മാത്രമല്ല, വേറെ ഒത്തിരി പേര് കാണുന്നുണ്ട് ഇവൻ അടിക്കുന്നേ. വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യം പറയണ്ടേ, ഇത് പറഞ്ഞില്ലെങ്കിൽ അത്രയും മണ്ടനോ. അവന് മരുന്ന് മാറ്റി കൊടുക്കണമെന്ന്, അതിനൊന്നും ചെയ്യണ്ടെന്ന്. അവര് മിണ്ടായിരുന്ന കള്ളുപിടിച്ചേനെ. ഇതിനകത്തൊരു സാധനം, ഇവള് കിടന്ന് കരഞ്ഞു പോയി കാല് പിടിച്ച് അവനെ എങ്ങനെയൊക്കെയോ കള്ളവടി നിർത്തിക്കാൻ നോക്കുക. ഈ ബാല വിചാരിച്ചു വെച്ചേക്കുന്നേ, ഈ ബാലയുടെ കൂടെ നടക്കുന്നവരൊക്കെ ബാലയോട് ഭയങ്കര താല്പര്യമുള്ളവരാന്ന് എന്തോ തെറ്റിദ്ധാരണയുണ്ട് ബാലയ്ക്ക്. ബാലയുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ഈ സാധനമൊക്കെ പുറത്ത് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ അറിയുന്നുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളൂന്നൊക്കെ ഒന്ന് അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞതാ, ഇവര് ഈ ബാലയുടെ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്ന കേട്ടാല് കേട്ടിരിക്കുന്നവർ വിചാരിക്കും ഇത് മീഡിയയിലുള്ളവർ കാണുമ്പോൾ അയ്യോ ആ കൊച്ചു അങ്ങനെ ചെയ്തോ. ആ കൊച്ചുണ്ടാകുന്നതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എലിസബത്ത് അവിടെ ഇല്ലാന്ന് ബാല ചത്തു. എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ അതിനകത്ത്. ഈ ബാലയുടെ പേരൻസിനും അല്ലെ അവരുടെ റിലേറ്റീവ്സിനും ഒന്നും വേണ്ടാത്ത സാധനം തന്നെയാ ബാല. അവരൊക്കെ അവിടെ വന്നിട്ട് പോയി. സർജറി സമയത്തൊക്കെ ഇവർ വന്നു പോയ കഥകളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഈ എലിസബത്ത് കരഞ്ഞും കൂവിയും ഈ ഹോസ്പിറ്റലിൽ കൂടെ ഒക്കെ തെണ്ടി നടക്കുക. ഇതിനെ പൊക്കിയെടുത്തോണ്ട് പോരാത്തിന് തീട്ടവും മൂത്രവും കോരിക്കൊണ്ടിരിക്കുക. എന്തിനാ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തോ? ആശുപത്രി കൊണ്ടാത്ത ബ്ലീഡി ചോര ശ്രദ്ധിക്കുമ്പോ പൊക്കിയെടുത്തോണ്ട് പോകുന്ന പെണ്ണിനെ ഇങ്ങനെ കള്ളം പറഞ്ഞ ഇവർക്ക് അറിയത്തില്ലല്ലോ ഈ കണ്ടീഷൻ എന്തോ. ഒരു സീൻ മനസ്സിലാണ്ടോ? ഇയാള് ഈ ആക്ടർ ബാല പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ എന്തോ ഭയങ്കര പൈസയും ഇയാളുടെ മറ്റേ ലക്ഷൂറിയസ് ആയിട്ടുള്ള എന്തോ ലൈഫും പരിപാടിയൊക്കെ കണ്ടിട്ട് എല്ലാവരും കൂടി അത് അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടി ചെല്ലുന്നവരാണ് പറയുന്നുണ്ട്. അതെന്ത് പറച്ചിലാണ്? ആർക്കും ഇവിടെ ആർക്കും ഇവന്റെ പൈസ ഒന്നും അവന് പൈസ അത്ര ഉണ്ടോന്ന് തന്നെ അറിയത്തില്ല. എലിസബത്ത് പറഞ്ഞത് ഇവന്റെ അത്ര പൈസ ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. അവര് കാണുമ്പോ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപയൊക്കെ ഉള്ളൂ.
അതുമല്ല എൽസബത്ത് കാശ് നോക്കി പോകേണ്ട ആവശ്യം എൽസബത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എൽസബത്തിന്റെ വീട്ടിൽ കാശില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. MBBS ഡോക്ടറാണ്. ഡോക്ടർ, ഈ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, ഈ തറ നാട്ടുകാരുടെ മുന്നിൽ മുഴുവൻ നാണം കെടുന്നവൻ, ഉള്ള ഉടായ്പ കമ്പനി മൊത്തം, പിന്നെ അവൾ അവിടെ അവളുടെ കൂടെ താമസിക്കുമ്പോൾ പോലും വേറെ പെണ്ണുങ്ങളെ അതും ഇതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നവൻ, ഇവനെയൊക്കെ ഇവിടെ എത്ര പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ പോകാൻ? അല്ല, എൽസബത്തിന്റെ ഫാമിലി കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ ആ കൊച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്നവളാന്ന്? അതിന് ഇവനെ സെന്റിമെന്റ്സ് കറക്കി ഇവൻ കള്ളത്തരം പറഞ്ഞ് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ പെണ്ണെ പറ്റിച്ചിട്ടുണ്ട് ഈ ബാല. എന്നിട്ടാണ് അവൻ ഈ പെണ്ണെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കല്യാണം പോലും കഴിച്ചിട്ടില്ല. അവരെ മൊത്തത്തിൽ ചീറ്റ് ചെയ്ത കുടുംബത്തിനെ. മനസ്സിലായി? അവരുടെ ഫാമിലി അങ്ങനെയുള്ളതൊന്നുമല്ല. നമ്മൾ കണ്ട് ഞെട്ടിപ്പോയി. നല്ലൊരു അപ്പനും അമ്മയൊക്കെ ആയിട്ടിരുന്ന് അവർ എന്തൊരു ബുദ്ധിമുട്ടിലാണെന്നറിയാം അവര്. ആ വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെയൊന്നും പോകേണ്ട ആവശ്യം ആഘോഷിക്കുന്നില്ല. അതിനെന്ത് കാശിന്റെ കുറവെന്തോ? എടാ, അവർക്ക് ഇപ്പോ അവള് ഗുജറാത്തിൽ ജോലി ചെയ്യുക, MD പഠിച്ചുകൊണ്ടിരിക്കുക, നല്ല സാലറിയും കിട്ടുന്നുണ്ട്. ബാലക്കാ കൂടുതൽ കാശുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ. ഇതൊരു വലിയ ഫാമിലിയൊക്കെയാണ്. അവർക്ക് പൈസക്ക് കുറവൊന്നുമുള്ളവരല്ല, വളരെ ഡീസന്റ് ആൾക്കാരാണ്. അതുകൊണ്ടാണ് ബാല ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. കുറച്ചെങ്കിലും തരികടെ ആ കൊച്ചിൻ്റെ ഉണ്ടാകുന്നുണ്ടല്ലോ. ബാല തീർന്ന അന്നേ തീർന്ന ഓൺ ദ സ്പോട്ട് അവിടെ നിന്ന് പണി കൊടുത്തേനെ അല്ലേ? ഇതിന്റെ ഒരു തുള്ളി പോലും പ്രശ്നമില്ലാത്ത എത്രയോ ആണുങ്ങൾ ഇവിടെ മറ്റേതും പറഞ്ഞ് എന്തെല്ലാം കേസുകളിൽ പെട്ട് ജയിലിൽ വരെ കിടപ്പുണ്ട്. കള്ളക്കേസിൽ കുടുങ്ങിയിട്ടില്ലേ ആൾക്കാർ? ഇത് കള്ളമൊന്നും പറയണ്ട, കൃത്യമായ കാര്യങ്ങൾ മാത്രം കൊണ്ട് കാണിച്ചാൽ മതിയായിരുന്നു. അതൊന്നും ചെയ്യാത്തത് ആ കൊച്ചു അങ്ങനത്തെ മനസ്സുള്ള ഒരാളാ. അവർക്ക് ഇവനോട് ഭയങ്കര സ്നേഹം. എല്ലാവരും ഉപേക്ഷിച്ച ഒരാളെ പോലെ ഒരാളെ കെയർ ചെയ്യാനായിട്ട് ഓടിച്ചെല്ലുന്നു. അവർക്ക് അങ്ങനെ ഉള്ളൊരു മൈൻഡ് സെറ്റിൽ പെട്ടുപോയത് കൊണ്ട് കിട്ടിയൊരു പണിയായിരുന്നു. അങ്ങനെ ഒത്തിരി പെണ്ണുങ്ങൾക്ക് പണി കിട്ടുന്നുണ്ട്. ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാ, അവർക്ക് ഭയങ്കര സിമ്പതി എമ്പതിയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വർക്ക് ചെയ്യും. ഞാൻ കമന്റ് ഇട്ടാൽ ഡോക്ടർ ഫാൻ ടീം എന്നെ തെറി വിളിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ബൈ ദ വേ, ആറാട്ടെണ്ണൻ എലിസബത്തിനെ കെട്ടാൻ താല്പര്യമുണ്ട്. അത് ഈ എന്തുവാടോ അവന്? ജോസ് ഏതോ ഇവൻ ചെറുപ്പക്കാരനാണല്ലോടാ. ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെ ആയത്? അല്ലല്ല, അവൻ മാറാട്ടണ്ണൻ അങ്കിൾ. അവൻ ഇവരുടെ പേര് മാത്രമേ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഇത് അവൻ്റെ ഒരു 20ാമത്തെ പ്രൊഫഷണൽ അങ്കിളിനൊക്കെ വിളിക്കുന്നു. ഉടനെ തിരിച്ച് ചെകുത്താനല്ല മച്ചാന്, ചെകുത്താൻ നല്ല മാച്ചാണെന്നൊക്കെ അതിനിടയിൽ അങ്ങനത്തെ ഇതൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പൊട്ട ലൈല പെണ്ണാണല്ലോ അത്. ലൈല ജോർജിനെ കണ്ടോ? എറണാകുളം കണ്ടോ? ഇത്ര ഐറ്റങ്ങളാ കേട്ടോ. എനിക്ക് ഇവരൊക്കെ ബാലയുടെ വല്ല ബിഗ് ബോസ് കാണുന്ന ആൾക്കാരൊക്കെ ബാലയുടെ ഫാൻസാ. ബാലയുടെ അടുത്തോട്ട് ചെന്ന് കയറിയ കൊള്ളാമെന്നുണ്ട്. ഈ കുട്ടി ഇത്രയ്ക്ക് തരം താന്നോ? മോശം ഒന്നും ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലേ? ചെകുത്താനെ പോലെ ഒരു ബുദ്ധിയുള്ള സുഹൃത്തുള്ളത് ആ കുട്ടിക്ക് സേവ് ആണെന്ന് എനിക്കറിയാം. ചെകുത്താനെ അയാളൊരു നല്ല മനുഷ്യനാണ്. അയാളെ സഹായിക്കുന്നുണ്ട്. ആളുകളെ സഹായിക്കുന്നത്. നീ ഈ കമന്റ് ഇടുന്ന നീ ജീവിതത്തിൽ ആരെങ്കിലും സാഹചര്യം ഇതാരാ? മീനുമോൾ PS അറിയത്തില്ല, എനിക്കറിയാവുന്ന ആളൊന്നുമല്ല. ഇജ്ജ് എന്നെ അറിയോ അങ്ങനെ ചോദിക്കാൻ ഇജ്ജ് എന്നെ അറിയാം. സജിത പള്ളിയിൽ ഉടനെ വേറെ എന്തൊക്കെ പറയാ. അതൊരു പാവം പിടിച്ചാണ്ട് വിവരക്കേടാ അല്ലേ? ഇത്രയൊന്നും ബുദ്ധിമുട്ടത്തില്ലല്ലോ. എന്തോ വല്ല വിശ്വാസി വല്ല ആയിരിക്കുമോ? എന്നെ പറ്റി ഞാൻ പറയാം. എൽസബത്തിന്റെ ഈ പോസ്റ്റില് ഞാൻ വരുമ്പോ ഇത്രയും നെഗറ്റീവ് വരുന്നുണ്ട്. അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വരുന്നത്. അതൊരു കാര്യം. പിന്നെ അതൊരു കാരണം. പിന്നെ എൽസബത്തിനെ സപ്പോർട്ടൊന്നും പൂർണ്ണമായിട്ട് ചെയ്യത്തൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന ടീമുണ്ട്. ഈ മറ്റെന്തോ വെട്ടുകിളി എന്ന് പറയുന്ന സാധനം. ഈ വെട്ടുകിളി ടീമിന് ഇങ്ങനെയാ അവരുടെ ക്യാരക്ടറായി കാണുന്ന, അല്ലാതെ എൽസബത്തിന്റെ പ്രശ്നമല്ല ഇത്. അതിന് എൽസബത്ത് ഈ പറഞ്ഞ പോലത്തെ കാര്യത്തിലോ വീഡിയോ ഇടേണ്ട ഒരു ആവശ്യമില്ല. സോഷ്യൽ മീഡിയ അങ്ങനെ മനസ്സിലാക്കണം. കാരണം എല്ലാ ആൾക്കാരുടെയിലും ഫോണുണ്ട്. ഈ വെളിവില്ലാത്തവൻ്റെ ഒക്കെ ഫോണില്ലേ? ഈ ബോധം കെട്ടവന്മാരൊക്കെ കാണിക്കുന്ന കണ്ടില്ലേ? അതുപോലത്തെ 1,00,000 പേരുണ്ടാവും. 4 കോടി ജനമാ. 1,00,000 പേര് ഇവിടെ വന്നിട്ടില്ല. 1,00,000 മാനസിക രോഗികളില്ലേ കേരളത്തിൽ? വേറെ കാര്യം ഉണ്ടാവും. പക്ഷെ അതിനകത്ത് 40,000 പേരുടെ ഫോൺ കാണത്തുള്ളൂ. ബാക്കിയുള്ളവർ അകത്തായിരിക്കും. ആ 40,000-ൽ പെടുന്നവരെ ഇവരെ ട്രീറ്റ്മെന്റും കിട്ടി കാണത്തില്ലടാ. തിയേറ്ററിൽ വരുന്നവരുടെ ഒരു ഫോണൊക്കെ ഉണ്ട്, നമുക്കറിയാം ആരൊക്കെയാണ്. പക്ഷെ ഇവര് ചിലപ്പോൾ ട്രീറ്റ്മെന്റും കിട്ടി കാണത്തില്ല. പാവങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. മേക്കപ്പ് ഇട്ടിട്ട് എനിക്ക് ഡൗട്ടുണ്ട്. മറ്റേ ചേച്ചിയെ എലിസബത്ത് നല്ല സ്ട്രോങ് ആയി വരണം. പണ്ട് വളരെ ചെറുപ്പത്തിലെ ഞാൻ സോറി ടു സേ ദാറ്റ് ദിസ് ഡെവിൽ ഈസ് ചീപ്പർ ദാൻ യുവർ എക്സ് എന്ന് ഏതോ ഒരു സഞ്ജു മേനോൻ
മേനോനല്ലേ? മേനോനൊന്നും ചില ഇഷ്ടപ്പെട്ടില്ല. ബുദ്ധിമുട്ടുണ്ടാവും. മേനോന് മറ്റേ കാവിക്കുടി ഉണ്ടോ ഇവിടെ? മേനോന് കാവിക്കൊടി മാത്രമല്ല, ആ കിണ്ടിയും ഇതൊക്കെ എടുത്ത് അത് വിട്ടേക്ക്. ഇവനേതോ സംഗീതോ കൺഗ്രാജുലേഷൻസ് കേരള ക്രിക്കറ്റ് ടീം അങ്ങനത്തെ പ്രൊഫൈലാണല്ലോ. ഡോണ്ട് വേസ്റ്റ് അനദർ ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ടെങ്കിൽ സച്ചിൻ, രവിശാസ്ത്രി, മനസ്സിലായില്ലേ? ബന്ധമൊക്കെ ഉണ്ട്. ബന്ധം ഉണ്ടാവും അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പരിപാടി മാറി, മനസ്സിലായില്ലേ? അമിത്ഷായുടെ മോനൊക്കെയാണ് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാക്കയുടെ ദേശസ്നേഹത്തിന്റെ ഒറിജിനൽ വീഡിയോ കാണും. ഇത് അത് തന്നെയാ, സംഘം. അത് മറ്റേ മുസ്ലിങ്ങളൊക്കെ ചീത്ത വിളിക്കുന്നത് സംഘശക്തി. യെസ്, റൈറ്റ് സാർ എന്ന് പറഞ്ഞ സോറി ടു സേ ദാറ്റ് ദിസ് ഡെവിൾ ഇസ് ചീപ്പർ ദാൻ യുവർ എക്സ്. ഞാനിവിടെ ഇരുന്ന് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു, ഉള്ള ആരുടെയൊക്കെ വീട്ടിൽ തോക്കുമായിട്ടൊക്കെ പോയി നിന്ന് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പറയുന്നു. പിന്നെ ഇതുപോലെ കുറേ പെണ്ണുങ്ങളെ കേട്ടി അവരെ അപരാധിച്ച് കൊച്ചിന് കാശും കൊടുക്കത്തില്ല, കൊച്ചിനെ പോലെ സമൂഹ മാധ്യമങ്ങളിലിട്ട് നാറ്റിച്ച് സകല തൊട്ടിത്തരവും കാണിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ നിങ്ങൾ കണ്ടേക്കുന്നത്. Someone wants to clear Elizabeth route to right path. That means she wants support. I think she is depressed and shy. അതെന്തിലാട്ടെ. ഉണ്ണിമുതിനെ കിട്ടുമോ? എല്ലാ ശത്രുവിനെയും വിളിക്കണമെന്ന്. ശ്രീകല സുരേഷ് അതിൽ ടോപ്പ് ഫാൻ എന്നാണ് കിടക്കുന്നത്. ഇത് എൻ്റെ ടോപ്പ് ഫാനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് ചിലപ്പോൾ എൻ്റെ അകത്ത് വന്ന് നിരന്തരം കമന്റ് ഇടുന്നുണ്ടാവും. ആർക്കറിയവരൊക്കെ അല്ല അവരുടെയാണോ? ഇവർ പറയുന്നവർ എന്താ എലിസബത്തിന്റെ പ്രശ്നം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാഞ്ഞത്? ആരെങ്കിലും ഇറങ്ങിയാൽ പിന്നെ അവരെ മോശം, പിന്നെ എങ്ങനെ നമ്മുടെ പെൺകുട്ടികൾ സമൂഹത്തിൽ ജീവിക്കും? എലിസബത്തിന് നീതി കിട്ടണം. ഇവന്റെ കൂടി ഡോക്ടർ സ്വയം വില കളയരുതെന്ന്. പിന്നെ അവരുടെ വില ഇരിക്കുന്ന വേറെ വല്ലവരുടെ മിണ്ടുമ്പോഴാണോ? ഏതാണ് ഇവനൊക്കെ? അങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ എന്ത് വില? ഇവരുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുണ്ടോ? ഇവർ ഈ ക്യാൻസൽ കൾച്ചർ ഉണ്ടെന്ന് ഇവർക്ക്. ഇവരിങ്ങനെ ഒരു മനുഷ്യനെയൊക്കെ എങ്ങനെ അങ്ങോട്ട്, അതായത് ഇപ്പൊ തന്നെ ഇഷ്ടമല്ലെന്ന് വിചാരിച്ചോ, തന്നോട് പിന്നെ ആരും മിണ്ടരുത്. പിന്നെ അത് മറ്റേതാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള സാധനം. അത് ആണോ അതിനുള്ള ഇവരുടെ ഒരു ബുദ്ധി വികസനം എന്ന് പറയുന്നത്? അങ്ങനെയാണോ? മറ്റേതാടോ, എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളെ അങ്ങനെയാ, അവളങ്ങനെയാ സത്യം. എന്നായാലും പുറത്തു വരും. ഇത് വേണ്ടായിരുന്നു, ഇനി അടുത്തത് ആറാട്ടനാണോ എന്നൊക്കെ എവിടെ നിന്ന് വരുന്നു? അതെ, ചെകുത്താൻ പരമചെറ്റയാണ് എന്ന് പറയുന്നവർ ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. കുറച്ച് ദിവസം മുമ്പ് സിനിമാ മേഖലയെ അയാൾ കുറ്റം പറഞ്ഞിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മീ ടു ടാറ്റു എന്ന് പറഞ്ഞ് സത്യം മുഴുവൻ ലോകം അറിഞ്ഞു. പിന്നെ കല്യാണരാമനെ കുറിച്ച് വീഡിയോ ചെയ്ത് അതും വൈബ് സീരീസ് പോലെ അയാൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും കുറ്റം ചെകുത്താനെന്ന്. A doctor came out from a bacterial infection and now she is having an infection with the virus. Are you a doctor or a patient? ഭയങ്കര കമന്റ് ആയി. ആ കമന്റിന് കുറെ ലൈക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ്. കാര്യം പാല ചെറ്റത്ത മോൻ ആണ്, എന്നാലും പറയുകയാണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കരുത് പൂമോൻ മാരെ. എലിസബത്ത് ചിലപ്പോൾ ഒരു 2% ബുദ്ധി പുറകോട്ടായിരിക്കും, പക്ഷെ കാണുന്നവർ ഒന്നും അതായിരിക്കില്ല കേട്ടോന്ന്. സച്ചി ജീവൻ ശാഖയാ, കളറുണ്ട്. നോട്ട് ജസ്റ്റ് വെൻ Bala for the same pattern of trauma that she experienced, it is more likely that there is something wrong with him because the second partner and the Dr. Elizabeth, you have such sincere people now just watching and start to realize where is the mistake. ഈശയ്ക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാകുന്നു. കൊച്ചിന് ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, ഇതോടെ അത് പോയിട്ടുണ്ടെന്ന് കൃഷ്ണ രമേശ്. ഇവന്മാർക്കൊക്കെ എവിടെ ചെന്നാലും അവരുടെ ആ ഒരു സാധനം കലക്കാതെ പറ്റത്തില്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് വേറൊരു കാര്യം അറിയാം, ഇവർക്ക് ഡയറക്ട്ലി ഇവരോട് എന്തെങ്കിലും വിരോധം വേണം. ഇവരൊക്കെ ഇപ്പൊ തന്നെ ഈ പറയുന്ന ആൾക്കാരുണ്ട്, ഇവനിങ്ങനെയാണ്, ഇവർ ശരിയല്ല, മറ്റേതാണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നവര്. ഇവര് വേണമെങ്കിൽ ബാലയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പിന്നെ അതിന്റെ കാരണം എന്താ പറയാം, അത് തന്നോടുള്ള താല്പര്യക്കുറവായിരിക്കും. അതുകൊണ്ട് മാത്രമൊക്കെ ചിലപ്പോൾ കുഴപ്പമില്ലെന്ന് പറയും. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ബോധമില്ലാത്തവന്മാരവന്മാര്, യാതൊരു വെളിവുമില്ല, ബോധമില്ല. മറ്റേ എന്താ ഒരു പഴഞ്ചൊല്ലട്ടല്ലോ, അമ്മായിയമ്മയുടെ മരുമോളുടെ കണ്ണീര് കണ്ടാലും കുഴപ്പമില്ലെന്ന് പറയണ പോലെയാണ്. അപ്പുറത്ത് നടക്കണ എന്തായാലും കുഴപ്പമില്ല, ഇവനെ അങ്ങോട്ട്. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ എലിസബത്ത് നമ്മുടെയൊക്കെ കൂടെ ഇവിടെയൊക്കെ കൂടെ ഒന്ന് കറങ്ങി നടന്നുണ്ടല്ലോ, ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആക്കി റെഡിയാവും. ഈ പറയുന്ന ഇത് ആ കൊച്ചു അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. അത് ഞാൻ അതിനോട് പറഞ്ഞു, വേണേ ഇറങ്ങി കൊച്ചിയിലേക്ക് വാ, ഇവിടെ വന്ന് നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട്, ഇത്രയും പേരുണ്ട്, നമ്മൾ എന്തോരം ആളുകളെ ഉണ്ടവർ എല്ലാവരും ഇടപെട്ട് സംസാരിച്ച് എല്ലാ ദിവസവും വന്ന് ഇറങ്ങി അവിടെ പോയി നമ്മുടെ ലുലുമോളിൽ പോയി ആറാട്ടനെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ആറാട്ടനെ പിന്നെ ഒരിക്കലും പ്രപ്പോസും ചെയ്യത്തില്ല. അതോടെ ആറാട്ടൻ്റെ പരിപാടി അങ്ങ് തീർന്നു കിട്ടും. ആറാട്ടൻ്റെ കുഴപ്പം എന്താണെന്ന് അപ്പോൾ ആറാട്ടന് മനസ്സിലാവും. Only we can support you through comments, but these people will be there to stand by you. അത് കൊള്ളാം.
ഈ ലോ ലെവൽ അത് വളരെ കറക്റ്റായിട്ട് ഞാൻ പറയാം. ഞാൻ എവിടെയും പോവും, മനസ്സിലായോ? ഞാൻ അവരുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ എവിടെ വേണേലും പോവും, എന്ത് വേണേൽ ചെയ്യും, അത്രേ ഉള്ളൂ. അന്ന് ബാലയ്ക്കൊപ്പം എല്ലാത്തിനും കൂട്ട് നിന്നിട്ട് ഇപ്പോൾ കുറ്റസമ്മതമാണോ, ശത്രുവിൻ്റെ ശത്രു മിത്രം ആണല്ലോ അല്ലേ, എവിടെ നിന്ന് വരുന്നതാണോ? ചെകുത്താൻ എന്തെങ്കിലും ഈ കുട്ടിയെ പോയി കണ്ട് സപ്പോർട്ട് കൊടുത്തല്ലോ. പബ്ലിക്കായി പാണ്ടിയെ പേടിക്കാതെ ഒരു പാണ്ടിക്ക് വേണ്ടി ഇവിടെ കിടന്ന് മോങ്ങുന്ന കുറേ എണ്ണം മറ്റേ എല്ലാവരും അവനെ കണ്ട് പേടിച്ച് ഒളിവിലാണല്ലോ. ഇതേ കാര്യം ഒരു മലയാളി തമിഴ്നാട്ടിൽ പോയി ചെയ്തെങ്കിലോ, അവിടുത്തെ പെൺകുട്ടികളെ നശിപ്പിച്ച് ഗുണ്ടായിസവും കാണിച്ച ആളെങ്കിലും അവന്മാർ പഞ്ഞിക്കിട്ട് ഇങ്ങോട്ട് അയച്ചേനെ, ഉറപ്പാ തല്ലിക്കൊന്നേനെ. ഇവനെ അവിടെ തല്ലിക്കൊല്ലാണ്ട് വെച്ചോണ്ടാണ് അവൻ ഇവിടെ നിൽക്കുന്നത്. അല്ല, ഈ കുട്ടി പേരൻസിനും ആങ്ങളമാർക്ക് നാണക്കേടുണ്ടാകും. ഇത് കേട്ടോണേ, ഈ കുട്ടി ഒരു രേവതി ഗീനയോ, അവളെ ഒന്ന് നോക്കട്ടെ, അവളെന്ത് സാധനം ഇട്ടേക്കുന്നത്? അയ്യോ, വള്ളംകളിയാ, എന്തോ ഒറിജിനൽ അല്ല. ഇന്ന് ഒരു വീഡിയോ കണ്ടു, വനത്തിൽ മുറിവേറ്റ ആന പുഴയിലേക്ക് പോകുന്നു. എനിക്ക് വേദന തോന്നിയത് ആ ആനത്താരയിൽ ഒരു കെട്ടിടം പണിയുന്ന ആണ്. വട്ട കിഴങ്ങാണ് അതൊക്കെ, ഏതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ടേക്കും, അവര് ഒറിജിനൽ ഐഡിയ ഒന്നുമല്ല. ഈ കുട്ടി പേരൻസിനും ആങ്ങളയ്ക്കും നാണക്കേടുണ്ടാക്കുന്നു. ആ പാവങ്ങൾ നല്ല ദൈവഭയമുള്ളവരെ. ഈ കുട്ടി പേരൻസിനും ആങ്ങളമാർക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ആരോ ഉണ്ട്, ശരിയാ. ഇത് ചുമ്മാ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഒരു പോസ്റ്റ് വിട്ട എവിടെ നിന്നോ കോപ്പി അടിച്ചിട്ട്. ആ പാവങ്ങൾ നല്ല ദൈവഭയം ഉള്ളവരാ, അതും അറിയാം. ആ അലവലാതിയൊക്കെ കൂടെ ചേർന്ന് ടീച്ചറിനും നല്ല ചൂര് പ്രയോഗിക്കുക നടത്തിയ ഇത് നേരെയാകും. ഇളയ മോൾ എത്ര ആഗ്രഹിച്ച കിട്ടിയ എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ വരിക ഉള്ളൂ. അതിന് ബാക്കി പോലും എഴുതാൻ പറ്റുന്നില്ല, ഏതോ കിളിയാ. അറിയാം, ജോലി ആയിരിക്കണോ? ശരിയാണോ? അതല്ല, ഉറപ്പാ. ഇത് വേറൊരു സാധനം. ഇവരെ ഏൽപ്പിക്കുന്ന ആൾക്കാരല്ലേ ടൈപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും, സെൻഡ് ചെയ്യാനൊക്കെ മറന്നു. ബാലയുടെ ആളുകളല്ലേ അവര്, ആര് വരാനോ ബാലയുടെ അടുത്ത് കൂട്ടുകൂടെ? ഇല്ല, ബാലയെ പോലത്തെ ഒരു പൊട്ടന് ആര് കമ്പനി കൊടുക്കുന്നു? അതല്ല ഇവിടുത്തെ രസം. പിന്നെ കാശ് അടിക്കാൻ ഇവിടുത്തെ കുറെ ലോക്കൽ പാർട്ടികളൊക്കെ കൂടിയിട്ടുണ്ട്. ബാലയുടെ അവർക്ക് ഗുണമുണ്ട്. ടീംസും അത് തന്നെ. ഇവിടുത്തെ ഈ ഓൺലൈൻ മീഡിയക്കാരെന്ന് പറയുന്ന മറ്റേ ഞം അടിക്കാൻ പോയ തടിയനൊക്കെ ഇല്ലേ, ഓളാ, അവനൊക്കെ എല്ലാവരും മാറി. ഏതോ ഒരു ട്രൂ ടി വി അല്ല, ട്രൂ ടി വി ഉണ്ട്. അവൻ കുറച്ചാള് ബാലയുടെ കീഴെ പോയിരിപ്പുണ്ടാകുന്നു. പറഞ്ഞല്ലോ, അവനുമൊക്കെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും പങ്ക് കാണുമോ? ഇവനായിട്ടുള്ള ഇല്ലീഗൽ ബിസിനസ്സിലൊക്കെ ഉണ്ടാവൂടാ, അല്ല കാശ് മേടിക്കുന്നുണ്ടാവും. ഈ കണ്ടന്റ് ഇടുമ്പോ വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടേ ചിക്കൻ കാൽ എറിഞ്ഞു കൊടുക്കുവായിരുന്നു. അപ്പൊ ഉണ്ടായ ട്രൂ ടി വിക്കാരൻ ചാടി പിടിച്ചിട്ട് ആടിപ്പിലൊക്കെ ഇട്ട് ഒരച്ച് ഞമ്മ പരിപാടി. എടാ, അങ്ങനത്തെ നക്കികളാണ് ഇവന്മാരൊക്കെ. അല്ലാതെ ഇവന്മാരെ എന്ത് ക്വാളിറ്റിയാ ഉള്ളത്? കൊള്ളാവുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഞാൻ കാണാം, എനിക്ക് തോന്നുന്നില്ല. അവൻ എല്ലാരും അങ്ങനെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അവന്റെ അടുത്ത് വരുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ അത്രയും നക്കിയല്ലേ അവിടെ പോകത്തുള്ളൂ. അതെ, ഇവന്റെ ഈ അപരാധം മൊത്തം കാണണം. സ്വന്തം ഭാര്യയെ പറ്റി അപരാധം പറയുമ്പോ അത് കേട്ടിരുന്നിട്ട് അതിനെപ്പറ്റി കണ്ടോ പറയുന്ന സത്യമെന്ന് പറയണം. എന്തൊരു നശിച്ച അവസ്ഥയായിരിക്കും എന്ന് ഓർത്താൽ മതി. പട്ടിന്നും പോട്ടോ, പട്ടി വളരെ നല്ല ജീവി. ഇപ്പൊ എല്ലാ തെണ്ടികളെയൊക്കെ ഇപ്പൊ പോലെ ഇവൻ ട്രീറ്റ് ചെയ്യുന്ന എല്ലാരും. അത് ട്രൂ ടി വിക്കാരനൊക്കെ പോയിരിക്കും. മറ്റവൻ ഏതാണെന്ന ചാനലില് കേരള വിഷൻ അല്ല, അവന്റെ പേര് ഞാൻ പറഞ്ഞ തടിയൻ. അവനൊന്ന് അന്നൊരു പോസ്റ്റൊക്കെ ഇട്ടാണ് എന്താ മാക്ക് അവനെ വിളിച്ചിട്ട് അവൻ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാണ്. മാക്ക് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, ന്യൂസ് മീഡിയക്കാരെ അറിയിച്ചതാ. അപ്പൊ ഇവൻ അവിടെ എന്താണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാന്ന് ഏതാണ്ടൊരു വിഷനൊന്നോ കേരള വിഷനല്ല, ഇവന്റെ ചാനലിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഏതോ ഒരു ചാനല്. ഇപ്പൊ അവൻ വേറെന്താ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഞാനവിടെ താഴെ വരെ ഒരാളെ കൊണ്ട് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂവിന്. അതൊക്കെ ഉണ്ട്. പൊട്ട ചാനല ഇവനല്ലേ നടത്തുന്നേ. അതിന്റെ മറ്റേ മന്ത്രവാദം കൂടോത്രത്തിന്റെ ഒക്കെ പുറകെ കിടക്കുക, ഈ ഊള സാധനം എടുത്ത് പറയുക, അങ്ങനത്തെ എങ്ങനെയും ഒക്കെ എന്തേലും നക്കാപ്പിച്ച കൊണ്ട് ജീവിച്ചു പോകേണ്ട ഗതികേടുള്ള ഏതോ ഒരുത്തൻ. അവൻ കൊട്ടാരക്കരക്കാരനാ. ഇവൻ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു നമ്മുടെ ആൾക്കാരോട്. പറയുന്നേക്ക് കോമഡി ആയിട്ടാണ്. ഞാൻ അവിടെ ചുമ്മാ അന്വേഷിച്ചപ്പോ കൊട്ടാരക്കരയിലെ ഏതോ വാർഡ് ഇലക്ഷനിൽ നിന്നൊരു കോൺഗ്രസ്സുകാരൻ കൗൺസിലറാ ഇവൻ. ഞാൻ നോക്കിയപ്പോ അവിടെയൊക്കെ നമ്മുടെ ആൾക്കാർ അതിൽ കൂടുതൽ നമ്മുടെ പിള്ളേരെ വാതിൽ കൂടെ പോകുന്ന ഒരു കൂടെയാണ് ഇവൻ. അവൻ പറഞ്ഞു, ഇവൻ എന്താ പറഞ്ഞത്? അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടപ്പുണ്ടോ, അവനൊരു മൈരുമല്ലെന്ന്. മനസ്സിലായോ? അവിടെ അവനൊരു മൈരല്ല. പിന്നെ ഇവൻ ഇവിടെ വന്ന് എന്തോ ചെയ്യാ, ഈ എറണാകുളത്തൊക്കെ കിടന്നോണ്ട് അതെനിക്ക് മനസ്സിലായില്ല. അവൻ ഇവിടെ ശരിക്കും ഒരു വരുത്തന. ശരിക്കും എന്റെ നാട് എറണാകുളമാ.
താൻ എറണാകുളക്കാരനാണ്. ഞാൻ എറണാകുളംകാരനല്ലേ? താൻ വൈറ്റിലക്കാരനാണ്. വൈറ്റിലക്കാരനാ ഞാൻ. എന്നെ അവൻ ഇവിടെ ഇട്ട് തല്ലുമെന്നൊക്കെ പറഞ്ഞ അവന് ഊമ്പണം. അവന് ഒന്ന് ഊമ്പിയിട്ടേ പോകത്തുള്ളൂ ഇവിടെ വന്നിരുന്നെങ്കിൽ. അവന് ഞാൻ കൊടുത്താനേ ഊമ്പാൻ. അവനല്ലേ അവന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ ഊമ്പിച്ചാനേ. അല്ലെ അവിടെ ആളെ കൂട്ടിയൊക്കെ വന്നാൽ അടുത്ത ദിവസം പോകും, അല്ലാതെ തീർക്കത്തില്ല. അതോടെ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിടത്തുള്ളതാണ്. അവന്റെ വിചാരം നമ്മളെ കണ്ട് അവനെ പോലെ ഈ നാട്ടിൽ വന്ന് കിടക്കുവാന്ന്. ഞാൻ ജനിച്ചത് എറണാകുളത്താണ്, ജനിച്ചതും വളർന്നത് എറണാകുളത്താണ്, പഠിച്ചത് ടോക്കച്ചിലാണ്. അല്ല പിന്നെ ഇവൻ എന്തറിയാം മയിരേ. ഈ ബാല ഇവിടെ വരുത്തനാ. എറണാകുളത്ത് നമ്മുടെ ഈ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് ഏറ്റവും വലിയ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. നമ്പേഴ്സ് ഭയങ്കര കൂടുതലാണ്. അത് ഇവിടെ കളമശ്ശേരിയില് അങ്ങ് എവിടെ നിന്നിട്ടാ? കളമശ്ശേരി അല്ല, നമ്മുടെ എവിടെന്നാ മറ്റേ എവിടെ പോകത്ത്? അങ്കമാലി മുതല് ആളുകൾ ഇങ്ങനെ ബന്ധുക്കളാണ്, റിലേറ്റീവ്സ്. മനസ്സിലായല്ലേ? അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ ഞാനിവിടെ ചുമ്മാ ജോലി എടുക്കാനൊന്നും പറഞ്ഞേ. ഇവിടെ ഇഷ്ടം പോലെ ബന്ധുക്കളും കസിൻസും ആന്റിമാരും ഇവിടെ കല്യാണവും എല്ലാം ഉണ്ട്. നമ്മളിവിടെ അങ്ങനെ തന്നെ ജനിച്ചു വളർന്ന ആളാ. അത് ഇവിടെ എറണാകുളം എനിക്ക് പുതിയൊന്നുമല്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ മാറി ഇപ്പൊ ശരിക്കും വീട് തിരുവല്ല അപ്പന്റെ വീടൊക്കെ ഉണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് നടക്കുന്ന ഒരാളാണ്. കേരളത്തിൽ എവിടെയും ഞാൻ പോകും, ഏത് മണ്ണും എനിക്ക് ഒരുപോലെ. അറിയാലോ, കേട്ടോ ജഗന്നാഥന് മണ്ണും ചേറും തീട്ടോ എനിക്ക് അത്രേ ഉള്ളൂ. ഇവിടെ എന്തോ മയിര് മണ്ണും പെണ്ണും ഒക്കെ സ്വഭാവം. പിന്നില്ല, മണ്ണിനെ പകരം പെണ്ണിനെ സ്നേഹിക്കുക. മണ്ണും മരുത്തില്ല. അവൻ എന്നിട്ട് എന്നെ പറഞ്ഞ് പേടിപ്പിക്കുവാന്ന്. അവൻ എന്ത് വിചാരിച്ചോണ്ടാ പറഞ്ഞത് എനിക്കറിയത്തുള്ളൂ. ഇവിടെ എന്തോ ഞാൻ പിന്നെ എന്നെ പൊട്ടനാ പെണ്ണെ ഞാൻ. എന്നിട്ട് അവന്റെ നാട്ടിൽ വിളിച്ച് ചോദിച്ചെന്ന്. അവിടെ ഉള്ളവരെ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ അറിയാം, ഒട്ടാരക്കാരെ നമുക്കറിയാത്ത ആൾക്കാരുണ്ടോ ചോദിച്ചപ്പോ ഇതൊക്കെയാ അറിഞ്ഞത്. അതാണ് അവന്റെ പേര്. ഒരു തടിയാൻ ഒരു ഊള, ഒരു പാഴ്, ഒരു നാട്ടിലെ ഒരു പ്രത്യേക പാഴ്. പിന്നെ ഈ ഇങ്ങനെയൊക്കെ പോയി ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ കുറച്ചുപേരൊക്കെ കൂടെ കാണാം, അത്രേ ഉള്ളൂ. അവനെ അവിടെ നിന്ന് ഒരു ചെറിയ സർക്കിളിന് പുറത്തിറങ്ങിയാൽ അവിടെ ഇട്ട് പിള്ളേർ ആടിച്ച് തൂറിക്കും. അപ്പോഴാണ് ഇവൻ വന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ചിലതൊക്കെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ലോയർ കേസിന് ബലമില്ലെന്ന് പറഞ്ഞ് കേസ് ഏറ്റെടുത്തില്ല എന്നതൊക്കെ. ബലമില്ലാത്ത കേസ് ഏത് രീതിയിൽ കോടതിയിൽ ബലമാകുമെന്ന് നിയമം പഠിച്ച ഏതൊരാൾക്കും അറിയാം. ഈ പറഞ്ഞ കാര്യത്തിൽ ആൽസവത്തിനെ പറ്റിച്ചേക്കുന്നത് ഏതോ ഒരു അഡ്വക്കേറ്റുകൾ പറ്റിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, യൂട്യൂബ് വീഡിയോ ചെയ്തപ്പോൾ എന്ത് പാവമായിരുന്നു. ഇപ്പോൾ ദാ കണ്ട ചെകുത്താനെ കൂട്ടുപിടിച്ച് വായി കൊള്ളാത്തത് വിളിച്ച് പറയുന്നു. ബാല ശരിയാണ് എന്ന് പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ ആ അഭിപ്രായം മാറ്റി വരുമ്പോൾ സംശയം. ഹംസ അതെങ്ങനെയാണ് വായിക്കൊള്ളാത്ത കാര്യങ്ങളായത്? ഒരു സോറി പറഞ്ഞു, താങ്ക് യു എന്നും പറഞ്ഞു. അതിനെന്താ വായിക്കൊള്ള? ഇവനായ കുട്ടികൾ കളിക്കുന്നത് ഫലം കിട്ടിക്കൊള്ളും എലിസബത്തെ. ഇവനാ ഈ കളികൾ കളിക്കുന്നത്. ഞാൻ വാട്ട് ഈസ് ഗോയിങ് ഓൺ? എടാ ഈ ബാലയുടെ ശരിക്കും പറഞ്ഞാൽ നമ്മള് കേസൊക്കെ അവിടെ കോടതി നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് അതിന്റെ പുറകെ പോയിട്ടുണ്ട്. അന്ന് ഈ എലിസബത്തിനെ പറ്റി ആരും ആലോചിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ എലിസബത്ത് പോസ്റ്റ് ഇടുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ആ സാധനം മനസ്സിലായത്. എലിസബത്ത് മാത്രമല്ല, വേറെയും കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ പറയത്തില്ല എപ്പോഴും. പിന്നെ അതൊക്കെ ബാലയുടെ ശത്രുക്കൾ, ഒരുപാട് മിത്രങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വേണ്ടായിരുന്നു എലിസബത്ത്. നിങ്ങൾ നെഗറ്റീവ് കമന്റ് കണ്ട് വിഷമിക്കേണ്ട. ചെകുത്താൻ നല്ല മനുഷ്യനാണ്, അയാളെ വിശ്വസിക്കാം. നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യും. ബുദ്ധിയുള്ള ഒരു സുഹൃത്ത് 100 വണ്ടന്മാരെക്കാളും ഗുണം ചെയ്യും. ഒരു ബിഗ് സൈസ് ഒരു ബിഗ് സൈസ് വേസ്റ്റ് വണ്ടനേക്കാളും ഭേദം സ്മോൾ സൈസ് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. അവനേക്കാളൊക്കെ എത്ര ഭേദം അല്ലേ? അവനെങ്ങനെയാണ് സഹിച്ചത് മനുഷ്യൻ? ചോദിക്കണ്ടായിരുന്നു. ബാലയൊക്കെ നേരിട്ട് ഒരു 1/2 മണിക്കൂർ ഇരുത്തിയാണല്ലോ. ആ മറ്റിടത്തുനിന്ന് ഇറങ്ങി ഓടിയില്ലേ അവൻ റിപ്പോർട്ടറിൽ നിന്ന്. എനിക്ക് ഇവനൊക്കെ വിളിച്ചു വെച്ചത് അവനെ ഞാൻ തൂർച്ച. ഞാനവിടെ സത്യം പറയാമല്ലോ, ആ വീഡിയോ ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് ഫോണിലല്ലേ സംസാരിക്കുന്നത്. അവൻ ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടിരുന്നേ ഉണ്ടല്ലോ. ബാല അന്ന് പുറയിൽ നിന്ന് അടിച്ചു ഊക്കിയ. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് സീൻ കാണുന്നില്ലല്ലോ. ലൈവ് നടക്കുമ്പോൾ നമ്മൾ സീൻ കാണുന്നില്ല, കേൾക്കുന്നതേ ഉള്ളൂ. അപ്പോഴേ ഞാൻ ചോദിച്ചു ഇവൻ ഏതാ, ഇവൻ ആരാ, ഏതാ ഇവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കണ്ടിരുന്നേ ഞാൻ വിളിച്ചാണ്. എടാ പട്ടിമാലേ, നീ എവിടെടാ പോകുന്നേ, നിക്കടവിടെ എന്നൊക്കെ പറയാത്. പക്ഷെ എന്ത് ചെയ്യാനോ, അവൻ പോയി. അവനൊന്ന് സംസാരിക്കുന്നുണ്ടെന്നുള്ള ബുദ്ധിയൊന്നും ഇല്ലടൂ. ബുദ്ധിയും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. അത് എന്തോന്നു OCDക്ക് എന്തോന്നു ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ, വിവരം ഇല്ലാത്ത, അതായത് ഒരു ബോധവും വെളിവും ഇല്ലാത്ത കാര്യങ്ങളെ മുഴുവൻ എന്ത് കാര്യത്തെ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട്
കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, എന്ത് കാര്യത്തെയും. പക്ഷെ അതെ അതെ അത് ദൈവമുണ്ടേ, ദൈവം എന്തിനാ നിന്റെ ദൈവം? ഇമോഷൻ അല്ലത്, കള്ളത്തരം കാണിക്കുന്ന ഇമോഷണൽ ജീവികൾ കള്ളത്തിന് വീഴുന്നവരാ. ആ സാധനം ഇവിടെ വർക്കോ. ഇവർ ഡോക്ടർ തന്നെയാണോ എന്ന് സംശയം. മോൻ, മോള്, അതിനാണ് അവർ കൊച്ചിനെ പറ്റിയൊക്കെ സ്നേഹം, പിതാവ്, ഭർത്താവ്, അമ്മയെന്നൊന്നും പറയത്തില്ല, ഭാര്യ. ഭാര്യ വേറെ സാധനമുണ്ട്. മോളെ പറ്റി പറഞ്ഞുകൊണ്ട് മോപ്പൂ ഒപ്പൂ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞത്, ഭയങ്കര സ്നേഹം. ലാസ്റ്റ് കേസുമായി പ്രശ്നങ്ങളുമായി കഴിഞ്ഞപ്പോ കഴിഞ്ഞു. അത് കഴിഞ്ഞല്ല, അവര് വാടപ്പിച്ചെന്നേ ഉള്ളൂ. ഇവൻ അങ്ങനെ ഒരു ആത്മാർത്ഥത ഒരു മനുഷ്യനോടും ഇല്ല. മനസ്സിലായി? ഇപ്പൊ ഈ ഗോകുല വിചാരിക്കുന്നുണ്ടാവും ഗോകുലയുടെ വേണ്ട ആത്മാർത്ഥത ഉണ്ടെന്ന്. അതും ഒരു മറയാ. ഈ അമൃതയുടെ മോളുടെ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തത് എന്നാ? കുറെ നാൾ മുമ്പ് എലിസബത്ത് ആ വീട്ടിൽ താമസിക്കുന്ന സമയത്തെ ഇവന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുത്തിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് എലിസബത്തും പോയി, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് ഇവൻ പാപ്പു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ പറ്റിച്ചു. അതായത് അമൃതയെ ചീത്ത വിളിപ്പിക്കണം, അമൃത ഒരു മോശക്കാരി ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം അത് ചെയ്യുന്നേ. അപ്പൊ അവന് കൊച്ചിനോട് എന്ത് സ്നേഹമുള്ളത്? ആ കൊച്ചിനെ അവരെ ഇരയാക്കിക്കൊണ്ട് അവനെ തെണ്ടിത്തരം കാണിക്കുന്നത്. കൊച്ചിനെ കോടതിയിൽ നിന്ന് വലിച്ചടിച്ചോണ്ട് പോയിട്ട് ഫുഡ് പോലും കൊടുക്കാതിട്ടെന്ന് കൊച്ചു എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? അത്രയും തെണ്ടിത്തരം ചെയ്യുന്നവനെ അവനെയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവര് വന്നിട്ട് പറയുന്നത് നമ്മൾ മോശക്കാരൻ, എന്നെ പറ്റി ആരെങ്കിലും നിങ്ങൾ ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്റെ മോള് വന്നോ, ഭാര്യ വന്നോ, അമ്മ വന്നോ, ആരെങ്കിലും വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ല, നമ്മൾ എത്ര ആൾക്കാർ ആരെയും എവിടെയെങ്കിലും പറയൂ? എനിക്കറിയത്തില്ല. എന്നെ പറ്റി ആരും ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ വന്ന ആരെയും പട്ടിണി കിട്ടതോ, പൈപ്പ് വെള്ളം കുടിപ്പിച്ചെന്നോ, ബലാത്സംഗം ചെയ്തെന്നോ, അടി കൊടുത്തെന്നോ, തോക്കും കൊണ്ട് നടന്നെന്നോ, മകളെ വെച്ചിട്ട് ഇങ്ങനത്തെ അപരാധം കാണിച്ചെന്നോ, ഭാര്യയായിട്ട് പീഡിപ്പിച്ചെന്നോ, അല്ല കുറെ ഭാര്യമാർ ഇറങ്ങി വരുന്നു ഇങ്ങനെ. എന്റെയൊക്കെ ഭാര്യയാ, ഇവന്റെയൊക്കെ പോലെ 10 ഭാര്യയൊന്നും എനിക്കില്ല. എനിക്കും ഭാര്യയുണ്ട്, അതവിടെ ഉണ്ട്. അല്ലേ? ഇറക്കിയാണ്ടല്ലോ ഭാര്യയൊക്കെ വന്നാ നീ കാണും എന്തോന്ന്. നമ്മള് തൽക്കാലം അങ്ങനെയുള്ള പരിപാടിക്ക് അതിനോളം ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാ. അതൊക്കെ സ്പെഷ്യൽ എൻട്രി ആയിരിക്കും അല്ലേ? വേറെ പരിപാടി ആയിരിക്കും. അത് അമ്മ കണ്ടല്ലോ അല്ലേ? അപ്പനുണ്ട്, ഭാര്യയുണ്ട്, പിള്ളേരെ വേണമെന്ന് വെച്ചേക്കോ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഈ നശിച്ച നാട്ടിലൊന്നും പ്രസവിക്കാനുള്ളൊരു കൊള്ളത്തില്ല എന്നാണ് ഇതുവരെയുള്ള തീരുമാനം. എനിക്കറിയത്തില്ല അവർക്ക് മാറ്റം ഉണ്ടാവോ, അതൊക്കെ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. എനിക്കറിയത്തില്ല ഭാവി എന്താണ്. സോ ഫാർ സോ ഗുഡ് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ചുമ്മാതെ കണ്ട പെണ്ണുങ്ങളെയും പറ്റി അപരാധവും പറഞ്ഞ് എഴുന്നേറ്റിട്ട് എന്നെന്തായാലും പറയോ? അതുമില്ല. പ്ലീസ് അവോയ്ഡ് പറഞ്ഞിരിക്കുന്ന നാറിയൊക്കെ അവനെയൊക്കെ പറ്റി. ഈ പെണ്ണുങ്ങൾ 2 പേര് ഇത്രയും ചീത്ത വിളിച്ച് എന്റെ കാര്യമൊന്നും എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. പ്രശ്നങ്ങൾ ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഉണ്ടല്ലോ അതൊക്കെ സോൾവ് ആവും. അല്ലാതെ ഇങ്ങനെ നടക്കുമല്ല. അല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് അത് സോൾവ് ചെയ്യാൻ നോക്കും. നല്ല സോഷ്യൽ മീഡിയ വന്ന് കുണയ്ക്കുമല്ലേ ചെയ്യുന്നത്. അതിനുള്ള മര്യാദ എനിക്കും അവക്കും ഉണ്ട്, ആ വീട്ടുകാർക്കും ഉണ്ട്, നമുക്കെല്ലാം ഉണ്ടത്. ഇവനൊക്കെ എവിടെ നിന്ന് വന്നാൽ തെണ്ടിയ എല്ലാം സോഷ്യൽ മീഡിയ വന്നാണ് ഉണ്ടാക്കുന്നത്. കൊച്ചിന്റെ സ്നേഹം, ഭാര്യയുടെ കുറ്റം, കുറവ്. ഏത് വീട്ടിലാണോ പ്രശ്നമില്ലാത്ത? ശരിയാ. അതല്ലടോ ഈ കവലക്ക് ചെന്നിരുന്ന് ഈ ഒരുമാതിരി കൊണിച്ചം പറയുന്ന ആൾക്കാരില്ലേ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നുള്ളൂ. ഇത് അല്ലായിരുന്നെങ്കിൽ ജംഗ്ഷനിൽ ഏതെങ്കിലും ഒരു 4-3 കൂടി ഒരു കവലക്ക് ചെന്നിരുന്നിട്ട് ചായക്കടയിലിരുന്ന് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്ന് ഇമാതിരി വർത്താനമൊക്കെ തന്നെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുന്ന ബാലയൊക്കെ അങ്ങനത്തെ തീട്ടവാ. ഒരു കൾച്ചർ ഇല്ലാത്ത, ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസം ഇല്ല, വിവരമില്ല, കൾച്ചറില്ല, ബോധമില്ല, വെളിവില്ല, ഒന്നുമില്ല. ഒരു ബ്രൗൺ കളറ് മറ്റേ പൂക്കളുള്ള പോലത്തെ ബ്രൗൺ കളറ് കള്ളിമുണ്ട് കൊടുത്ത് നടക്കും ഇവൻ കവലക്കാണെങ്കിൽ. അതും മടക്കി കുത്തി ഒരു പാരയുടെ സ്ലിപ്പർ ഇട്ട് ടപ്പ് 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 നടിച്ച് പോകുന്ന നിലവാരത്തിലുള്ള ആളിയാനാണ് ഈ അളിയനെ കൊണ്ട് ഒന്നും നടക്കൊന്നുമില്ല, വെറുതെ. ഇത് കാണണം, ഈ പെൺകുട്ടിക്ക് ഇത്രയും പഠിപ്പും വിവരം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെയാന്ന്? പഠിപ്പും വിവരം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ. അല്ല ചിലപ്പോ ബാലയുടെ കൂട്ടം ബാലയെ സപ്പോർട്ട് ചെയ്തേനെ, അവിടെ തന്നെ ഇരുന്നേനല്ലേ. അതെ, ബോധമുള്ളതുകൊണ്ട് ചാടി അവിടെ ഇറങ്ങേണ്ടി വന്നു, ഇറങ്ങി പോയി, തിരിച്ച് പറയാനും തുടങ്ങി. കുറച്ചും കൂടി ധൈര്യം വന്നാൽ ഇതിൽ കൂടുതൽ പറയാൻ കേസും കൊടുക്കും. അപ്പൊ കാണാം നിനക്കൊക്കെ ഈ കമന്റ്. അതും അല്ലടാ, MD പഠിക്കുന്ന ഒരാളെ ഇവനൊക്കെ വല്ല വിവരം ഉണ്ടോടാ? എൽസോത്തിന് ബുദ്ധിയില്ല. എൽസോത്ത് എന്തോ കുഞ്ഞുങ്ങളെ പോലെ. അതിന്റെ കാരണം എന്താണെന്നറിയോ?
ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. അവർ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോയിൽ അവർ ഒരു രീതിയിലും ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരുടെ വീഡിയോ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ എന്തോ കൊച്ചുങ്ങൾ സംസാരിക്കുന്ന തോന്നും. സഭാകമ്പ പ്രശ്നമുണ്ട്, ഇതിനെ ഫേസ് ചെയ്ത് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അത് അയാളുടെ പണിയല്ല. അത് ഒന്നാമത് അത് എൽസവത്തിന്റെ പണിയല്ല. എൽസവത്ത് തരേണ്ട ആവശ്യം വരുന്ന പോലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് ഇറങ്ങുന്നതുകൊണ്ടാണ്. പിന്നെ പുള്ളിക്കാർ പണ്ട് ഈ ട്രോളൊക്കെ ഉണ്ടാക്കി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്റർടൈൻമെന്റ് പോലെ കണ്ട ആളാ. നല്ല കോമഡി ഒക്കെ പറയുന്ന ആളാ. ഇത് കേൾക്കണോ? അത് ഇനി നശിച്ച സ്ഥലത്ത് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആള് ചില്ലായിട്ടിരിക്കുന്ന വളരെ കൂളായിട്ടിരിക്കുന്ന എൽസവത്തിനെ അധികം പേര് കണ്ടിട്ടില്ല. ഇവരുടെ പഴയ ഫ്രണ്ട്സിനെ എല്ലാം ബാലെ അകറ്റി ഈ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് അവരെ എല്ലാം കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതാക്കി. ആ പഴയ ഫ്രണ്ട്സ് ഒക്കെ വിചാരിച്ച എന്താ ഇവിടെ ഏതോ സിനിമാടനെ കിട്ടിയ ആളായി പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തെറ്റിദ്ധരിച്ചു ഇവരെ അങ്ങനെയൊക്കെ ആക്കി മാറ്റി. ഇന്ന് കാണുന്ന എൽസവത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ട്രോമയിലൂടെ കടന്നു പോയിട്ട് ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വീഡിയോ എടുക്കുന്നേ കാണുന്നേ. അവർക്ക് പലപ്പോഴും വീഡിയോയുടെ മുന്നിൽ വരാൻ പറ്റുന്നില്ല. അവരെ ആ മണ്ടി എന്നൊക്കെ വിളിക്കുന്നത്. ഇവനൊക്കെ മെഡിസിന്റെ ഏതെങ്കിലും ഒരു പുസ്തകം ഒന്ന് വായിച്ചിട്ട് വായിക്കാൻ പോലും അറിയില്ലാത്ത എണ്ണമായിരുന്നു കമന്റ് ഇടുന്നത്. എൽസവത്തിന് പോരെന്ന് കമന്റ് നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ പെൺകുട്ടിക്ക് ഇത്ര അവരൊക്കെയാ വരുന്നത്. ഒരു ഗുജറാത്തിലെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത്. കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബുമാണ് ചെയ്യുന്നത്. ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിനിടെ പോട്ടറാ ഇത്രയും ടെൻഷനും പ്രഷറും ഉണ്ടായിട്ട് ആ കൊച്ചിന് എൻട്രൻസ് എഴുതി അതിന് കയറുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ സാധനം കൊടുത്ത് ആ ഇടയിലിരുന്ന് ഇത് ഒപ്പിക്കുന്നുണ്ട്. അവൾ ഒപ്പിക്കുന്ന സാധനം ചെറുതല്ല. ഒരു MDക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ. മെഡിക്കൽ സ്റ്റുഡൻസിന് അറിയാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അറിയാം. അത് ടഫാ. അങ്ങനെ ചുമ്മാ കയറി ഇങ്ങനത്തെ ആണുങ്ങൾക്കൊന്നും ആശുപത്രി പോയാൽ ബിഹേവ് ചെയ്യാൻ പോലും അറിയത്തില്ല ഈ പാർട്ടികൾക്ക്. അല്ലെ ഇവർ പഠിച്ച പുസ്തകം ഈ എൽസവത്തൊക്കെ ഒരു ദിവസം പഠിക്കുന്നത് എന്തോരായിരിക്കും? അല്ലെ എന്തൊക്കെ ജോലി ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം ഒരു ആശുപത്രി ജോലി ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ. അതും അതി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും കൂടെ ആണെന്നാണ് ആ ഹോസ്പിറ്റലിൽ. ഇതുപോലത്തെ തെണ്ടിത്തര ഈ നാറി ഈ ബാല പോലത്തെ തെണ്ടികൾ കാരണം അതും അത് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ അതിനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അതുമല്ല, അതിനിടയിൽ ഫേക്ക് കമന്റ് ആൾക്കാരെ വിട്ട് കമന്റ് അടിപ്പിക്കലും വീഡിയോ ഇടലും എന്തൊക്കെയോ പറയലും കള്ളത്തരങ്ങൾ പറയലും ആ കൊച്ചു ഗർഭിണി ആകത്തില്ലെന്നൊക്കെ ഇവൻ പറഞ്ഞു കളഞ്ഞെ. എന്നിട്ട് അവള് പഠിക്കാൻ മോശക്കാരിയാണെന്ന് പറഞ്ഞു. എങ്ങനെ പഠിക്കാൻ മോശക്കാരി? ഇവൻ 1 വർഷത്തോളം 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊച്ചിന്റെ കരിയർ നശിപ്പിച്ചില്ലേ? എന്തുകൊണ്ട് PGക്ക് വിട്ടില്ല? എന്നിട്ട് ഇപ്പോൾ അവള് പോയല്ലോ, അവളുടെ വീട്ടിൽ വന്നപ്പോൾ അവള് പെട്ടെന്ന് തന്നെ എൻട്രൻസ് എഴുതി PGക്ക് പോയല്ലോ. അപ്പൊ ഇവൾക്ക് അന്നറിഞ്ഞല്ലോ ഇതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ ആ കൊച്ചു ഇത്രയും പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ MBBS കഴിഞ്ഞ പാടെ ഈ ബാല ഒന്ന് നല്ലൊരു മനുഷ്യനാണെന്നെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ കൊച്ചു PGക്ക് ജോയിൻ ചെയ്യത്തില്ലേ? ഈ നാറി അവളുടെ കരിയർ വരെ നശിപ്പിച്ച് അതിനുള്ള കോമ്പൻസേഷൻ ആര് കൊടുക്കും? ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തില്ലേ അവൻ? എല്ലാ രീതിയിലും ശാരീരികവും മാനസികവും കരിയർ അടക്കമുള്ള സാധനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചവനാ ബാല. അതെന്തോ തെണ്ടിത്തരപാടു. എന്നിട്ട് ആ കൊച്ചു അവിടെ നിന്ന് ഇറങ്ങിയ പാടെ എന്താ ചെയ്യേണ്ടത്? അത് പോയി ജോലി ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഈ നാറി പിന്നെ ശല്യം. നിർത്തുന്നില്ല, വിടുന്നില്ല. ആ എന്തൊരു രോഗമായത് ഇത്! മാനസിക രോഗം തന്നെ നടന്നു. പിന്നെ അമൃതയ്ക്ക് ശല്യം. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് കുറെ തെണ്ടികൾ ഇവനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ആ കൊച്ചിനെ പോലും വിടുന്നില്ല. എന്നിട്ട് എന്തൊരു നാറിയാടാ ഇവൻ. എടി ഇവൻ എന്തുവാടാ? ഇവിടെ ആൾക്കാർക്ക് ഇതൊക്കെ തൊഴിലാളികളാണോ? തൊഴിലാളികളാണെങ്കിൽ തൊഴിൽ ചെയ്യുന്നതിന് അന്തസ്സില്ലടോ. ഇങ്ങനത്തെ നാറിയൊക്കെ എന്ത് തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ? ഇവനെ ഇത്രയും തെണ്ടിത്തരം കാണിച്ച് ഇവർക്ക് മനസ്സിലാവത്തില്ല. ഈ ആളുകൾക്ക് ഇവർക്ക് ഇത് മനസ്സിലാവത്തില്ല. ഇവർക്ക് ഇത് വല്ലതും അറിയാം. ഒന്നാമത് എന്തുവാ മെഡിസിൻ? മെഡിസിൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഇവൻ ഈ വളരെ എളുപ്പമുള്ള കാര്യം പോലെ ഇവരുടെ വിചാരം. ഭയങ്കര ടഫാ. എനിക്കറിയാം. പൂക്കൽ ഷെട്ടിക്കാര് വേറെ, അത് പോലീസുകാരല്ലേ. എന്തിലും പറഞ്ഞിട്ട് അജിത്ത് വേറെ ഇതറിയാം. ഇവനേതാ കൂളിങ് മമ്മൂട്ടിയുടെ പടമൊക്കെ ആണല്ലോ. അടിപൊളി. ഇപ്പൊ മോള് പറഞ്ഞത് മൊത്തം സത്യമാണെന്ന് ആൾക്കാർ വിശ്വസിച്ചോളും. എന്തായാലും മോളെ നിന്റെ വില പോയി. ബാല ഇതിനേക്കാളും ഭേദം. ഇങ്ങനെയുള്ള ചെകുത്താൻ വാണങ്ങളെ ഒക്കെ ഓടിച്ചു വിട്ട് നീ കയറ്റിയിരുത്തി സൽക്കരിച്ചു. അടിപൊളി. കയറ്റിയിരുത്തി സൽക്കരിച്ചെന്നോ? ഡിയർ സർ, നിങ്ങളെ അറിയാവുന്നവർ ആരും നെഗറ്റീവ് പറഞ്ഞ് കമന്റ് ചെയ്യത്തില്ല. ആ സൈക്കോ ഭ്രാന്തന്റെ PR ടീം ആയിരിക്കും. വി ഓൾ ആർ വിത്ത് യു. സുഷ്മിത സുദേവ് ഗുപ്ത. ഡോണ്ട് ബി സാഡ്, കീപ് ഫോർവേഡ്. വി ഓൾ ആർ വിത്ത് യു. അവർ ഓൾ. നിങ്ങളെ വന്ന് കണ്ടതിൽ ഒരു തെറ്റുമില്ല. അതിൻ്റെ എങ്ങനെയാണ് തെറ്റ്? ഒരാളെ കാണാൻ പോകാൻ പാടില്ലേ?
എടാ നമ്മൾ അവിടെ അവരോട് ചോദിച്ചു, അവരോട് കാണുന്നു, നമുക്ക് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാ പോയത്. പീഡിപ്പിച്ചവന് കുഴപ്പമില്ല, അവിടെ കരിയർ നശിപ്പിച്ചവന് കുഴപ്പമില്ല, അതായത് ശാരീരികവും മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു, ഹാരാസ്മെന്റും അവളെ ബന്ദിയാക്കിയ പോലെ ഇട്ടവന് കുഴപ്പമില്ല, ആ ടൈം ഇങ്ങനെ റേപ്പ് ചെയ്തവന് കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ അവര് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പോലും ആർക്കും പ്രത്യേകിച്ച് ഒളിഞ്ഞിരിക്കുന്ന കള്ളന്മാരെക്കാൾ ഈ ചെകുത്താൻ തന്നെ. എലിസബത്തിന് ബോധം ഇല്ലേ, കഷ്ടമെന്നൊക്കെ. എലിസബത്ത് ഡോണ്ട് വേസ്റ്റ് ടൈം, ഫോക്കസ് ഓൺ യുവർ മെഡിക്കൽ കരിയർ. നല്ല കാര്യം, അത് പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ, വളരെ കറക്റ്റാണ്. എലിസബത്ത് എപ്പോഴും ഞാനും പറയുന്നുണ്ട്, ഈ കോഴ്സ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിസബത്തിന്റെ 90% പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ എലിസബത്തിന് എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യാം. അത് കഴിയുമ്പോൾ സൂപ്പറായിട്ട് ജീവിച്ചു പോകും. മാത്രമല്ല എലിസബത്തിന്റെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എമ്പത്തിയും സിമ്പതിയും ഒക്കെ കുറച്ച് കൂടുതലാണ്. രോഗികൾക്ക് ഏറ്റവും നല്ലതാണ്. ഇവർക്ക് രോഗിയെ ചികിത്സിക്കുന്ന പരിപാടിയല്ല ഇവർ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും പ്രൊഫഷണലി അവരവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നടത്താനൊരു അങ്ങനത്തെ ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത ഇപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇതാണെന്ന് അടച്ചേക്ക് പലർക്കും ആ ഒരു അങ്ങനത്തെ ഇവന് ഈ ബാലയെ കൊണ്ട് അവിടെയൊക്കെ ജോലിക്ക് നടക്കില്ല. ബാലയെ കൊണ്ടുപോയി ഒരു ഡോക്ടറേറ്റും ആ കൊച്ചിന്റെ ബിഹേവിയർ ഞാൻ ശ്രദ്ധിച്ചോ, ഭയങ്കര ഡൗൺ ടു എർത്ത്. അതുപോലെ തന്നെ എനിക്ക് ഡോക്ടറാന്ന് തോന്നിയില്ല. താൻ ശ്രദ്ധിച്ചാണ്, തനിക്ക് അവരൊരു ഡോക്ടറിന്റെ പോലത്തെ ഒരു സാധനം അങ്ങനെ കാണിക്കുന്നില്ല. മനസ്സിലായോ? അതാണ് ആ സിംപ്ലിസിറ്റി. അത് വളർത്തിക്കൊണ്ട് വന്ന പേരൻസിനും ഉണ്ട് ആ ക്വാളിറ്റി. ഇവരൊന്നും ഇവർ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, എന്നിട്ട് കിടന്ന് ചുമ്മാ കിടന്നുകൊണ്ട് ഓരോന്നങ്ങ് പറയുക. ക്വാളിറ്റി വേണം. പിന്നെ ആ കൊച്ചിന് ഒരൊറ്റ പ്രശ്നം പറ്റുള്ളൂ, അത് ഈ സിമ്പതിയും എമ്പതിയൊക്കെ കൂടിയിട്ട് ഈ പോട്ടറിനെ പോലത്തെ ഒരുത്തനെ അതങ്ങ് സ്നേഹിച്ചു പോയി. എന്നുവെച്ചാൽ അവൻ ഒത്തിരി ദുഃഖം പറഞ്ഞു. അവരാ ദുഃഖത്തിൽ വീഴുന്നവരാ. അങ്ങനെ വീഴുന്ന എത്രയോ പേരുണ്ട്. എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന്. അത് വളരെ എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ. പക്ഷെ ഇവർ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുമ്പോഴേ പ്രശ്നം വരുന്നുള്ളൂ. ഇത് റിയാലിറ്റിയിൽ ബാല ഒരു നല്ലവനാണെന്ന് വിചാരിക്കുക, ബാല പറഞ്ഞത് സത്യമാണെന്ന് വിചാരിക്കുക, ബാലയ്ക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയേനെ. എലിസബത്ത് ആ രീതിക്ക് നോക്കിയാൽ അവനെ ആ വയ്യാത്ത അവസ്ഥയിൽ ഇത്രയും അടിയും തെറിയും ഇത്രയും കള്ളത്തരങ്ങളും മനസ്സിലാക്കിയിട്ട് പോലും പിന്നെയും ചെന്ന് പരിപാലിച്ചെന്നുള്ളതാണ്. ഇവനെ നോക്കാൻ വീണ്ടും ആശുപത്രി പോകണ്ടേ. അപ്പോൾ കരഞ്ഞോണ്ടിരുന്ന എലിസബത്തിനോട് അവിടെ ഇരുന്ന് ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരയുന്നതെന്ന്, നിങ്ങളൊരു മോശക്കാരിയാണെന്നാണല്ലോ അവൻ പറഞ്ഞത്, നിങ്ങൾ അവന്റെ കാശടിക്കാൻ വന്നോളാന്നൊക്കെ ഇവന് അതിനിടയിൽ ഇരുന്ന് ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ അവിടെ അത്രയ്ക്കും താറ, ഇത്രയും നശിച്ചൊരു തല. ഇവൻ ചത്തു പോണ്ടേ. പക്ഷെ പോയായിരുന്ന അന്നാ, ഇതൊക്കെ എല്ലാവരും അറിയണമല്ലോ. അല്ല ഒന്ന് ആലോചിക്കടാ, ആ പെണ്ണിനെ പറ്റി കൂടെ നിൽക്കുമ്പോൾ ഇത്രയും അപരാധം പറയുക, അവളെ പറ്റി മോശങ്ങൾ പറയുക. എടാ ആ കൊച്ചിനെ പറ്റി മോശമൊന്നും പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അത് എത്രത്തോളം ഭയങ്കര നല്ലതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടിടത്തോളം അതൊരു ഉപദ്രവകാരിയല്ല, എതിർത്ത് സംസാരിക്കുന്ന പോലും ടൈപ്പല്ല. ശ്രദ്ധിച്ചോ? അഥവാ പറയുന്നത് വേണ്ടല്ല, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഇങ്ങനെ കണ്ടാ ശ്രദ്ധിച്ചാ സാധനമൊക്കെ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ തെണ്ടികൾ എന്തോ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല അവരെയൊക്കെ കൊണ്ട്. അതിനങ്ങനെ എതിർക്കാൻ പോലും ഉള്ളൊരിതില്ല. വഴക്കുണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ് എലിസബത്ത് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ടത്തരം ചെയ്തില്ല എന്ന് ഞാൻ പറയാം. ഏതൊരു അവസ്ഥയിൽ ആ കൊച്ചിന് ജീവിച്ചു പോകാം. ആർക്കും ഒരു ബുദ്ധിമുട്ടാ കൊച്ചുണ്ടാക്കുന്നില്ല. അവരുടെ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചാൽ വേറൊരു നല്ല റിപ്പോർട്ട് കിട്ടും ഇവരെ പറ്റി. എല്ലാവരും നോക്കുമ്പോൾ ഒരു പാവം പെണ്ണ്, ആരോടും വഴക്കില്ലാതെ, അവിടുത്തെ ആ സെക്യൂരിറ്റി മുതൽ ഇങ്ങോട്ട് നമ്മുടെ മുന്നാവായ MBBS പോലത്തെ ഒരാളായിരിക്കും ഇയാള്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്തൊരു സംശയം ഉണ്ടോ? ക്യാരക്ടർ അങ്ങനെയാ. അതൊരു ക്യാരക്ടർ. അത് എനിക്കത് മനസ്സിലാക്കാൻ ഉന്നാമായി എന്ന് പറഞ്ഞാല് ആ ക്യാരക്ടർ അവിടുത്തെ ആണേലും കൊള്ളാം. അല്ല ഞാൻ പറയാം, സൈസ് വെച്ചിട്ട് സദ്യത്തിന്റെ ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒന്ന് നമ്മള് ഇവിടെ പുള്ളിക്കാരി ഇതാണെന്ന് ബാഡ്മിന്റൺ സ്റ്റേറ്റ് പ്ലെയർ ആ പുള്ളിക്കാരി, ഡിസ്ട്രിക്ട് ചാമ്പ്യൻ. ഒരുപാട് സ്ഥലത്ത് ബാഡ്മിന്റൺ കളിച്ചോണ്ടിരുന്ന പെണ്ണാന്ന്. അത്രയും ഹൈറ്റും ഉണ്ട്, ഭയങ്കര കളിക്കാരിയായവര്. ശരിക്കും ഒരു ചവിട്ട് എലിസബത്ത് കൊടുത്തിട്ട് തീർന്നേനെ അന്ന്. അല്ലടോ, അതുകൂടെ ബാല രക്ഷപ്പെട്ടു. ഇടിക്കുന്ന പെണ്ണല്ല, സംസാരിക്കുന്ന പോലും വളരെ പതുക്കെയാ, വളരെ വീഡിയോക്കകത്തേ ഉള്ള കുഴപ്പം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറയാൻ മറന്നുപോയി. വീഡിയോ എടുക്കുമ്പോൾ ഇത് സവാകമ്പോ ഉണ്ട്, ഇതിനെന്തോ കുഴപ്പമുണ്ട്. വീഡിയോ എടുക്കാൻ അറിയത്തില്ല. ഫോണിൽ സംസാരിച്ചാലും നേരിട്ട് സംസാരിക്കുമ്പോഴും ക്ലിയർ, പക്ക ക്ലിയർ, ഒരു കുഴപ്പമില്ല. ഇനി എന്തൊരു ഫോൺ റെക്കോർഡിംഗ് വല്ല ഞാൻ എടുത്ത് കേൾപ്പിക്കേണ്ടി ഫോൺ അല്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ മുപ്പിനകത്ത് ചിലപ്പോ കോൺഷ്യസ് ആവുണ്ടോ, ഓവർ കോൺഷ്യസ് ആണോ? കാരണം പേടിച്ചല്ലേ, ഒന്നാമത് പേടി. അത് നമ്മളോട് സംസാരിക്കാൻ പേടിയില്ല, നമ്മളോട് വളരെ ക്ലിയർ ആയിട്ടാ പറയുന്നത്. നമ്മളവിടെ നിൽക്കുമ്പോഴും പേടിയില്ല. ശ്രദ്ധിച്ചോ? നമ്മള് വിളിക്കുന്നുണ്ടോ?
അയ്യോ നമുക്ക് ചെന്ന് പിക്ക് ചെയ്യണം. ഈ ബാവല വന്നിട്ടുണ്ട്, ബാലയുടെ കേസ് കൊടുക്കാനുള്ളതാ. ഓക്കെ, ബാലയുടെ നാളെ ഫയൽ ചെയ്യണം, അല്ല തിങ്കളാഴ്ച കംപ്ലൈന്റ് എല്ലാം കൊടുക്കണം. നമ്മൾ പരിപാടി തുടങ്ങുക കേട്ടോ, ഒന്നും തോന്നരുത്, മാമനോടൊന്നും തോന്നരുത്. അഡ്വക്കേറ്റ് അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരോട് ഞാൻ ഇപ്പൊ ചെല്ലാമെന്നാണ് പറഞ്ഞിരുന്നത്. ടൈം ഒരുപാട് പോയി, അവർ ഇങ്ങോട്ട് വരാൻ പറയുന്നതായിരിക്കും ഉചിതം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വേണം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഫോൺ കോളിൽ ഞാൻ വിളിക്കട്ടെ, ഒരു മിനിറ്റ്, അതവിടെ കട്ട് ചെയ്തോ. അയ്യോ ഇങ്ങോട്ട് വരാൻ പറയാല്ലേ, എനിക്ക് കട്ട് ചെയ്യണ്ട. അതിന്റെ ആവശ്യമില്ല, നമുക്ക് പരാതി ഉണ്ടാക്കാനുള്ള കംപ്ലൈൻസ് പോലീസിനെതിരെയും ബാലക്കെതിരെയും എന്തെല്ലാം കൊടുക്കണം. തിങ്കളാഴ്ച, നാളെ നിങ്ങളല്ലേ? എടോ ഒരു പ്രശ്നം പറ്റിയടോ, ഞങ്ങൾ ഇവിടെ ഇരുന്നൊരു വീഡിയോ ഇട്ടിട്ട് സമയം പോയതറിഞ്ഞില്ല. എൽസോത്തിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ആയിരുന്നു. അത് കാരണം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ഇവിടെ തന്നെ കുത്തിയിരിക്കുക. എന്താക്കും, ഇങ്ങോട്ട് എന്താണെങ്കിലും വരണമല്ലോ. താൻ ഇങ്ങോട്ട് വരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിന് വരെ അവിടെ വെയിറ്റ് ചെയ്യുമോ? എന്താ ചെയ്യണ്ടേ? എവിടെ വെയിറ്റ് ചെയ്തോ? എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്കിന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഇടാം ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. എന്നിട്ട് പരാതി നാളെ മറ്റന്നാൾ എല്ലാം കൊടുക്കുക അല്ലേ? എടോ വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഈ പരാതി കൊടുക്കുമ്പോൾ മാക്കല്ലേ പരാതിക്കാരൻ, അപ്പോൾ അവനല്ലേ വേണ്ടേ വന്ന് സൈൻ ചെയ്യുകയൊക്കെ വേണ്ടേ? അവനപ്പോൾ വരുത്തേണ്ടി വരും. വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഈ മാക്ക് ദുബൈക്കോ വല്ലതും പോവാണ്, അതെന്താ ചെയ്യണ്ടേ? ഓ അങ്ങനെയല്ലേ. ഓക്കെ, അപ്പൊ ഈ എൽസബത്തിന്റെ മൊഴി കാര്യങ്ങൾ അതെല്ലാം ഈ വീഡിയോ എവിഡൻസ് അങ്ങനെയൊക്കെ മതിയോ? വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എൽസബത്ത് തോക്കുണ്ടെന്നും തോക്കുമായിട്ട് വന്നെന്നും പിന്നെ ഇപ്പം എന്നോട് സോറി പറഞ്ഞതൊക്കെ ഉണ്ട്. വീഡിയോ പുള്ളിക്കാരി വീഡിയോ പോസ്റ്റ് ചെയ്തതൊക്കെ ഈ തോക്കിനെ റിലേറ്റ് ചെയ്ത്. അന്ന് തോക്കില്ലെന്നാണല്ലോ ഇവർ പറഞ്ഞത്. തോക്കും പോലീസുകാർ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ എൽസബത്തൊക്കെ മുറിക്കാതിരുന്നിട്ട് പോലീസുകാർ നോക്കിയിട്ടൊന്നുമില്ല, അവർ വെറുതെ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? അപ്പോൾ ആ വീഡിയോ എവിഡൻസ് ഒക്കെ മതിയോ? ഓക്കെ. അല്ല അവർ ഡയറക്റ്റ്ലി കോർട്ടിൽ വന്ന് പ്രസന്റ് ചെയ്യണോ പിന്നെ? ഓക്കെ. അല്ല ഓക്കെ. അപ്പോൾ വിളിക്കുന്ന എന്നാണോ അന്ന് ഒന്ന് വരേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ? ആണോ? അത് എന്നായിരിക്കും പോകേണ്ടി വരുന്നത്? ഓക്കെ. അങ്ങനെ അത്രേ ഉള്ളൂ അതിന്റെ പ്രൊസീജിയർ അല്ലേ? ഓക്കെ. ഓക്കെ. ഇവിടെ ഞങ്ങൾ ആ വീഡിയോക്കകത്ത് കാണാൻ പറ്റും. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. സ്പീക്കറേ അല്ലെന്നേ ഉള്ളൂ. അത് നമുക്ക് വന്നിട്ട് ഇനി അതിനെപ്പറ്റി ഡിസ്കഷനൊക്കെ നടത്തി ബാലക്കിട്ടേതായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് കുറച്ച് പരാതികളൊക്കെ കൊടുത്ത് അല്ലേ എൽസബത്തിന് അങ്ങനെ എങ്ങാനും ഒരു കോൺഫിഡൻസ് വരുമെന്ന് നോക്കാം. ഓക്കെ ശരി. എന്നാൽ ഞങ്ങൾ എന്നാ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങാവേ. ഓക്കെ ബൈ. അപ്പം നമുക്ക് പണി തുടങ്ങാം. അപ്പം ശരി ബാല, നമുക്ക് വീണ്ടും കാണാം.